അങ്ങനെ എന്താ കഥ? സുഖമായിട്ടിരിക്കുന്നു. അതായത് ഞാൻ ഈ താങ്കളെ എത്ര കാലം കൊണ്ടാണെന്നറിയാം, ചില കാര്യങ്ങൾക്ക് സമയം വേണം. അങ്ങനെയാണ് ഒരു രാവിലെ ഈ ഫോർട്ട് കൊച്ചിയിൽ 7 മണിക്ക് ബോബോ കഫേയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങട്ടെ സംസാരം തുടങ്ങാം. 25 വർഷമായില്ലേ? 25 വർഷം അല്ലെ? ഈ കൊല്ലം പ്രൊഫഷണൽ ആയിട്ട് 25 വർഷം ഡിഫിലുമായിട്ട് പൈസ മേടിച്ച് ഈ പണി തുടങ്ങിയിട്ട്. തിരിഞ്ഞു നോക്കുമ്പോഴേ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഇതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ ഇതായിരിക്കാം എൻ്റെ ആ ഒരു ഭാഗ്യത്തിന്റെ ഒരു ഫസ്റ്റ് വിൻഡോ തുറക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തുടക്കം തന്നെയാണ്. ഞാൻ സലീമേട്ടന്റെ ട്രൂപ്പിൽ വന്നതാണ്. നമുക്ക് അങ്ങനെ കാണാവുന്ന ഒരു കാര്യമായിട്ട് തോന്നുന്നത്. ബാക്കി എല്ലാ ദിവസവും എനിക്ക് സ്ട്രേറ്റ് റോഡ് ഉണ്ടായിട്ടില്ല. ടേണിംഗ് പോയിന്റോട് ടേണിംഗ് പോയിന്റ് ആണ്. വളഞ്ഞ് പോയേക്കാണ്. അതുകൊണ്ട് ഇതിൽ ഏത് പോയിന്റിൽ നിന്നാ പിന്നെ വളഞ്ഞെന്ന് ഒരു പിടുത്തമില്ല. സലീമേട്ടന്റെ കൂടെ കൂടി പിന്നെ കുറെ നാളഞ്ഞ് സാഴമ്പള്ളിയുടെ കൂടെ കൂടിയതൊക്കെയാണ് പ്രധാനമായിട്ട് വളയുന്നത്. എല്ലാ ദിവസവും അങ്ങനെ പലതരത്തിൽ മറിഞ്ഞ് വന്നേക്കുന്നത്. പക്ഷെ ആ മറിച്ചിലൊരു സുഖം ഉണ്ടായിരുന്നു. ഓരോ മറിച്ചിലും ഓരോ അത് നമ്മുടെ ജോലിക്ക് ഉണ്ടല്ലോ. നമ്മുടെ ഈ ഒരു ഇതിന്റെ ഒരു അസ്ഥിരത നൽകുന്ന ഒരു സുഖമുണ്ട് നമ്മുടെ ജീവിതത്തിന്. അങ്ങനെ നമുക്ക് എന്ത് നാളെ അറിയാത്തതിന്റെ സുഖമുണ്ട്. ഇപ്പൊ നമുക്കൊരു ഗവൺമെന്റ് ജോലി ഒരു കാൽക്കുലേറ്റർ ആയിട്ടിരുന്നാൽ നമുക്ക് റിട്ടയർ ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും ഏകദേശം കണക്കാക്കാം. അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. നമുക്ക് ശരിക്കും നമ്മുടെ എല്ലാ പ്ലാനിങ്ങുകളും നമ്മളൊരു ഊഹത്തിന് ചെയ്യുന്നതല്ലാണ്ട് ഇതിലൊരു സുഖമില്ലാത്തതിന്റെ അതിന്റെ ഒരു റിസ്ക്കും സുഖവും ഉണ്ട്. ഞാനൊക്കെ അന്ന് ജോലിയുടെ കൂടെ തന്നെ കൊണ്ടു നടന്നുകൊണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുനടക്കാൻ ഇതേ പേടിയായിരുന്നു. നിന്നാലോ, ഒരു പ്രായം കഴിഞ്ഞാൽ എന്നൊക്കെ ഒരു വിചാരങ്ങൾ നമുക്ക് അന്നുണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് പ്രായമായിട്ടില്ലല്ലോ. ആയിട്ടുണ്ടോ സംശയമുണ്ട്. ഒരു കണ്ണട വെച്ച് നോക്കിയാൽ എനിക്ക് പ്രായം ഫീൽ ചെയ്യും. ഇല്ല രമേശ്, ഇത് ഇപ്പോഴും അന്നും ഇന്നൊക്കെ ഇങ്ങനെ മെലിഞ്ഞ് വളരെ എന്താ പറയാ ഹെൽത്ത് ഫ്രീക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് താങ്കളെ. ഹെൽത്ത് ഞാൻ ജിമ്മിൽ പോയി അടിയൊന്നുമില്ല. അത് കുറവ്. എന്താ വെച്ചാൽ ഞാൻ ജിമ്മിലൊക്കെ പോയാല് എനിക്ക് പെട്ടെന്ന് മസിൽ വരും. പിന്നെ ആരുടെ ആൾക്കാർക്ക് തോന്നുന്ന രൂപഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ വന്ന് ഇങ്ങനെ നിന്നിട്ട് തമാശ പറയാനൊക്കെ തുടങ്ങിയാല് അതിനൊരു അകലം വരുമല്ലോ എന്ന് ഓർത്തിട്ട് ആവശ്യമില്ലാണ്ട് ഫിറ്റായിട്ടിരിക്കും. മസിൽ അടിക്കുന്നില്ല. തീറ്റയിലാണ്. തീറ്റ വളരെ കുറച്ചാണ് തിന്നുന്നുള്ളൂ മൊത്തത്തില്. അതുകൊണ്ടാണ്. അതെ, ഈ ഫുഡിൽ കൺട്രോൾ ചെയ്താൽ തന്നെ പാതി പ്രശ്നം നമ്മൾ മാറും. ഫുഡ് വളരെ കുറച്ച് കഴിക്കുള്ളൂ. അപ്പൊ ഈ നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി യാത്രയൊക്കെ ചെയ്തു വരുമ്പോ ഒന്നും തിന്നാൻ തോന്നില്ല? എന്റെ ആ നല്ല സ്ഥലങ്ങളിലെ യാത്രക്കാലം മുഴുവൻ ഞാൻ വെജിറ്റേറിയനായിരുന്നു. അയ്യോ, അത് കഴിഞ്ഞിട്ട് നോൺ തുടങ്ങിയപ്പോഴത്തേക്ക് യാത്ര അതായിട്ട് കുറഞ്ഞു. അതുവരെ ഈ ബർഗറിന്റെ അകത്തുള്ള സാധനം എടുത്ത് മാറ്റിയിട്ട് ക്യാബേജിന്റെ തൊലിയും പെണ്ണും തിന്ന് ജീവിച്ചതാണ്. അമേരിക്കൻ നല്ല നല്ല രാജ്യങ്ങളിലെല്ലാം നല്ല ഫുഡും കിട്ടുന്ന കാലത്ത്. അത് കളിക്ക്. സത്യം പറഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് ഈ ഒരു ഒബ്സർവേഷണൽ കോമഡി അത് എന്നിലുണ്ട് എന്ന് മനസ്സിലായ ഒരു കാലം? അത് എനിക്ക് കൃത്യമായിട്ട് ഇന്ന കാലം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പൊതുവെ മെന്റൽ റിവാർഡ് കിട്ടുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവുമല്ലോ. നമ്മളൊരു കാര്യം ചെയ്തു, വട്ടം കൂടി നിന്ന് തമാശ പറഞ്ഞു, നമ്മുടെ ബാല്യത്തിലൊക്കെ കൊണ്ട് ആള് ചിരിച്ചു, അത് കൊള്ളാന്ന് ആൾക്കാർ പറഞ്ഞു. പിന്നെ അത് പതുക്കെ അതുമേലോട്ട് തന്നെ പോയി എത്തി കുറെ നാൾ കഴിഞ്ഞപ്പോഴായിരുന്നു ഇത് തന്നെയാണ് ആഗ്രഹം എന്നുള്ളത് മനസ്സിലായത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് മോട്ടിവേഷൻ. ഇപ്പോഴാണ് ഈ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരുവിൻ്റെ കഥയൊക്കെ വന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പല സ്ഥലങ്ങളും നമുക്ക് അർഹിക്കാത്തതാണെന്നുള്ളൊരു ബോധ്യം വളരെ ചെറുപ്പത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയാൻ പോലും പേടിയായിരുന്നു ആളുകളോട്. മിണ്ടാണ്ട് നിന്ന് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇതായിരുന്നു ആഗ്രഹം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേന്നുള്ളത്. എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു ആദ്യം പഠിച്ചത്. പിന്നെ മലയാളം മീഡിയത്തിലേക്ക് മാറാൻ കാരണം ശനി ഞായറും കിട്ടാനാ? ശനി ഞായർ അതെന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഷൈൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 7:30 പോകുമ്പോൾ പല്ല് വെച്ചുകൊണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവുള്ളൂ. 10 മണിക്ക് പോയാൽ മതി സ്കൂളിൽ. അപ്പൊ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടേക്കുമ്പോൾ പുള്ളി എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഇവന് എണീറ്റിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര അതിലൊരു അസൂയ. പിന്നെ ശനി ഞായറും അവധി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് മലയാളം മീഡിയത്തിലോട്ട് പോയത്. അതിലൊരു കാര്യം കൂടെ ഉണ്ട്, അന്ന് ഇംഗ്ലീഷ് മീഡിയത്തിന് ഇതിനേക്കാൾ ഡിമാൻഡുള്ള കാലത്ത് ഞാൻ മലയാളത്തിലോട്ട് മാറാൻ സമ്മതിച്ച അച്ഛനും അമ്മയും സമ്മതിക്കണം. കാരണം എങ്ങനെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടാന്ന് ഓർക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് മലയാളത്തിലോട്ട് ആക്കിയത്. പക്ഷെ അത് നന്നായല്ലേ? ഭാഷയ്ക്ക് കുറച്ച് കൂടുതൽ കിട്ടിയോ? ഭാഷയ്ക്ക് കുറച്ച് കൂടുതൽ കിട്ടി. പിന്നെ ഞാൻ സെൻട്രൽ സ്കൂളിലായിരുന്നു. അവിടെ ഈ അടുത്തെങ്ങാണ്ടാണ് മിമിക്രി കോമ്പറ്റീഷൻ വന്നേന്ന് തോന്നുന്നു. മാറിയില്ലെങ്കിൽ വേറെ ഏതോ ശാസ്ത്രജ്ഞനോ വിദേശത്ത് എന്തോ നല്ല പണിയായിട്ട് ജീവിക്കേണ്ട ആളായി പോയേനെ. അങ്ങനെ ശനി ഞായറും ഇഷ്ടപ്പെടുന്ന ഒരാള് എനിക്ക് ശനി ഞായറും പറ്റൂ, പക്ഷെ രമേശ് ശനി ഞായറുകളില്ല, എല്ലാം ബിസി അല്ലേ? അത് നമ്മൾ പിന്നീട് ഈ പണി വരുമ്പോഴേ ആളുകള് കലണ്ടർ എടുത്ത് വെച്ചിട്ട് അവധി ദിവസമാണല്ലോ പരിപാടി. ഈ ശനി ഞായർ നോക്കിയാണ് എല്ലാരും പരിപാടികൾ വെക്കുള്ളൂ, അവധി ദിവസങ്ങൾ നോക്കിയേ വെക്കുള്ളൂ. അങ്ങനെ കുറെ നാളുകളായിട്ട് ഈ പബ്ലിക് ഹോളിഡേയ്സും ശനിയും ഞായറും വീട്ടിലുണ്ടാവില്ല, നമ്മളെന്തെങ്കിലും പരിപാടി ആയി പോകും. അങ്ങനെ പോകാറുണ്ട്. ഇപ്പോഴാ പിന്നെ കുറഞ്ഞത്. ഇത്രയും കാലത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ആൾക്കാരെ കാണുന്നു, ഒബ്സർവ് ചെയ്യണം. ഒരു സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുമ്പോൾ അന്നത്തെ പ്രോസസ്സും ഇന്നത്തെ പ്രോസസ്സും എന്താ?
അന്നത്തെ പ്രോസസ്സ് ഇന്നത്തെ പ്രോസസ്സ്, അന്ന് ഈ കലയോടുള്ള കൗതുകമുണ്ട്, അതിൻ്റെ ഒരു എളുപ്പമുണ്ട്. നമ്മൾ കാണിക്കുന്ന പല ഇംപെർഫെക്റ്റ് ആയ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നൊന്നും ഇതൊന്നും വളരെ നിലവാരമില്ലാത്തതും വളരെ പ്രശ്നമായിട്ടുള്ള സാധനങ്ങളൊക്കെ അന്ന് ചിലവാകുമായിരുന്നു. കാരണം ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു, ഇത് തന്നെ കാണണം, ഇതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആൾക്കാർ അത് കാണുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ ഡിജിറ്റൽ കണ്ടന്റ് അന്വേഷികളുടെ ആധിക്യം കാരണം ഒന്നും ഒരുപാട് ചെയ്യാൻ പറ്റില്ല. ഇവൻ കാണുന്ന ഓർഡറിലാണ് ഇവൻ വിശ്വസിക്കുന്നത്. ഈ മറ്റേ പടത്തിൽ സുരാജ് ഓടുമ്പോൾ ആദ്യം ആരെ കാണിച്ചു അവനെ മുന്നിൽ ഓടുന്നെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്നൊരു കോമഡി നാളെ വാട്സപ്പിൽ വന്നിട്ട് മറ്റന്നാൾ നമ്മുടെ വീഡിയോ വന്നാൽ ഇവൻ വാട്സപ്പ് കോമഡിയോ പറയുന്നതെന്ന് പറയും. വാട്സപ്പിലെ കോമഡി ആരോ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരു US പോയി ഒരു 15 പരിപാടിയുണ്ട്. ഒന്നാമത്തെ പരിപാടി തന്നെ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഒരു 100 പേര് ലൈവ് വിടും. രണ്ടാമത്തെ പരിപാടി 100 മൂന്നാമത്തെ പരിപാടി 300 പേര് ലൈവ് വിട്ടില്ലേ. നമ്മൾ 10ാമത്തെ പരിപാടി സ്റ്റേജിൽ എത്തുമ്പം പാട്ടുകാരനോടും ഡാൻസുകാരനോടും പറയത്തില്ല, നമ്മളോട് പറയും ഇത് മുഴുവൻ കണ്ടതെന്ന് പറയും ഞങ്ങൾ. അതിന്റെ ബാധ്യത നമുക്ക് വളരെ സ്ട്രെസ്സല്ലേ ഈ ഇങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക, നമ്മളൊരു ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാതിരി ഫീലിംഗ് ആവില്ലേ? അത് ഇച്ചിരി സ്ട്രെസ് കൂടുതല. അത് നമുക്ക് വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴും ആൾക്കാർ പറയും ഇവൻ ഇത് പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നല്ല ഷൂട്ടിംഗ് ഉള്ള പരിപാടിക്കൊക്കെ അത്യാവശ്യം പിന്നെയും പറഞ്ഞൊക്കെ തന്നെ പറയും. വേറെ വഴിയില്ല, കാരണം നമുക്ക് അങ്ങനെ വല്ലവനും കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. ഒരുത്തൻ്റെ ഒരു ദിവസം ഒരു പരിപാടിക്ക് ചെയ്തിട്ട് ഇവൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പുതിയ ഫ്രഷായിട്ട് ഉണ്ടാക്കിയ കണ്ടന്റ് മുഴുവൻ അവനൊരു 1 മില്യൺ വ്യൂസ് ആവാറായി. ഞാൻ തപ്പിയെടുത്ത് ഇവനെ വിളിച്ച് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തിട്ട് ചെയ്യുന്നില്ല. അവസാനം ഞാൻ എൻ്റെ സർവ്വ ആക്സസ് ഉപയോഗിച്ച് പോലീസ് പരാതിപ്പെട്ട്, എനിക്ക് കുറച്ച് ഷോസ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഡിലീറ്റ് ചെയ്തപ്പോൾ ഇവൻ വിളിച്ചിട്ടുണ്ടോന്ന്, ചേട്ടാ ഞാൻ 2 മണിക്കൂർ കഷ്ടപ്പെട്ട് നിന്ന് ഷൂട്ട് ചെയ്തതാണ് എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ 4 മണിക്കൂർ യാത്ര ചെയ്ത് ആ നാട്ടിൽ വന്ന് പരിപാടി കളിച്ച് എത്ര ദിവസം ഇരുന്ന് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം, നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് വിലയില്ല അല്ലേ സത്യം പറയാ? വലിയ വിലയില്ല. ഇപ്പൊ അങ്ങനെ വേണമെന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആളുകൾക്ക് എന്റർടൈൻമെന്റ് മതി. അത് ഇന്നയാൾ ഇന്നത് ചെയ്തിട്ട് തന്നെ എന്റർടൈൻഡ് ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്കിറ്റ് ചിരിപ്പിക്കുന്നതിനേക്കാളും ആൾക്കാർ ചിലപ്പം ഇവിടെ നമ്മുടെ ചില റിവ്യൂസേഴ്സ് തിയേറ്ററിന്റെ വീട്ടിൽ ഓടുന്ന ഒരു വീഡിയോ കണ്ടാൽ പോലും ആളുകൾ എന്റർടൈൻഡ് ആണ്. കണ്ടന്റ് മതി, ആർട്ട് വേണം നിർബന്ധമില്ല. നിർബന്ധമില്ല. പിന്നെ ആളുകളാണെങ്കിലും ഇപ്പം ഒരു സ്വാമി സമാധിയായി 2 ദിവസം മുഴുവൻ ന്യൂസിൽ അത് ആളുകൾ മറ്റൊരാളുടെ മരണമാണെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണും. അല്ലെ ഷൈനിന്റെ കേസ് ഇപ്പം നമ്മൾ കണ്ടേ, അതൊക്കെ ആളുകൾ അങ്ങനെ ഭയങ്കര സാമൂഹികോദ്ഗ്രഹത്തിന്റെ ഭാഗമായിട്ട് മാത്രമൊന്നും അല്ല, ആളുകൾക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. ആളുകൾ എങ്ങനെ കണ്ട് പോവാണ്. ഒരാൾ രാവിലെ ഇറങ്ങി 4 പേരെ കൊല്ലുകയാണ്, ഒരു 2 ദിവസം കൊണ്ട് ഇത് റിവീൽ ആവുകയാണ്. ഇതൊക്കെ ഒരു ആളുകൾ ഒരു ഫിക്ഷൻ കാണുന്ന പോലെ റിയലായ കാര്യങ്ങൾ കാണുന്നത് കൊണ്ട് ഫിക്ഷൻ അതിന്റെ മുകളിൽ എന്തെങ്കിലും കാണിച്ചാലേ കണ്ടു തോന്നുള്ളൂ. അതെ, പക്ഷെ ഇങ്ങനത്തെ ഫിക്ഷനിൽ നിന്നും നിങ്ങൾക്കൊരു ഹ്യൂമർ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ ഈ സ്റ്റേജ് ഷോസിൽ? അന്നൊക്കെ പറ്റുമായിരുന്നു. ഇപ്പം അതെല്ലാം വലിയ ക്രൈമുകളാണെന്നോ അതിനെപ്പറ്റി ഒന്നും തമാശ പറയരുതെന്നുള്ളൊരു തോന്നലുണ്ട്. ഈ നാട്ടിൽ ഇപ്പോ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് കോമഡി അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിന് ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു ഭാഗത്ത്, നമ്മൾ പറയും വല്ല കാര്യമുണ്ടോ ചോദിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. താങ്കൾ ഇതിൽ ഇടയില് ഇത് എന്താണെന്നറിയാം, ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും വേണേൽ പറഞ്ഞു, നിങ്ങൾ എന്നെയും എൻ്റെ രാഷ്ട്രീയത്തിനെയും എൻ്റെ മതത്തിനെയും വീട്ടുകാരെ ഒഴിച്ച് നിങ്ങൾ ആരെ പറ്റി വേണേലും അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത ഉള്ളത്. അപ്പം ഈ വ്രണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന വികാരങ്ങളുടെ ആധിക്യം കൊണ്ട് നമ്മൾ ഒരുപാട് പറയാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും തോന്നുന്നു താങ്കൾ സ്റ്റേജിൽ കയറുമ്പോഴേ ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഈ ഒരു സാധനം കറക്റ്റ് വീഴും അവിടെ, അത് വീഴാതിരിക്കുകയും അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാറ്? വിറ്റ് പറഞ്ഞിട്ട് വീഴാതിരിക്കുക തിരിച്ചു വരുന്നില്ല, അത് തിരിച്ചു വരും. അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാ. അല്ല അത് നമുക്ക് എന്തേലും അവിടുന്ന് കിട്ടും അതിൽ നിന്ന് പറഞ്ഞ അത് നമ്മൾ കുറെ നാൾ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു ഡ്രൈവറിനോട് പെട്ടെന്നൊരു പട്ടി പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചില്ല, എങ്ങനെ തിരിച്ചു കിട്ടി ഈ സംഭവം എന്നൊക്കെ ചോദിച്ചു. ഇവനൊരു ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തോ നടന്നു, ആരോ വട്ടം ചാടി ഞാൻ വെട്ടിച്ച് ഇതിലെ പോയി തിരിച്ച് റോട്ടിൽ കയറി. ഇവനോട് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് എന്തൊക്കെ ആ സമയത്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കിട്ടൂല. അതുപോലെ ഇത് കേറും, എങ്ങനെയും കേറും. ഒരു ഫുൾ ഷോ സമയത്ത് മനസ്സിൽ കൂടെ ഒരു 5 മിനിറ്റ് മുമ്പ് ആ സ്റ്റേജിലേക്ക് കയറുന്ന വരെയുള്ള ആ ഒരു ഇതൊന്ന് പറയൂ. ഞാന് ഈ സ്റ്റേജിന്റെ സൈഡിലെ ഗ്രീൻ റൂമിലും അവിടെ ഇവിടെയൊക്കെ കുറെ നേരം ഇരുന്നിട്ട് വിളിക്കുമ്പോൾ ഓടിച്ചെന്ന് കയറൂല. ഞാനൊരല്പം മുമ്പേ അവിടെ ചെന്ന് നിൽക്കും. പിന്നെ പരമാവധി എനിക്ക് മുമ്പ് പറഞ്ഞ ആൾക്കാരും എനിക്ക് മുമ്പ് അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളതും കൃത്യമായിട്ട് കേട്ട് നിൽക്കും. അതേ പിടിച്ചേ ഞാൻ തുടങ്ങുള്ളൂ. വേറൊരു ഫ്രഷ് പാക്കറ്റ് എവിടുന്നോ കൊണ്ടുവന്ന് പൊട്ടിച്ച പോലെ തുടങ്ങൂല. അവിടവുമായി ബന്ധപ്പെട്ട് തുടങ്ങി പറഞ്ഞ് കയറിപ്പോവും. 5 മിനിറ്റ് എന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെ എന്താണ് ആദ്യത്തെ 1 മിനിറ്റ് പറയണ്ടെന്നുള്ളത്
എപ്പോഴും ആലോചിക്കും. ആദ്യത്തെ ഒരു 2 മിനിറ്റ് കൊണ്ട് വന്ന് ആൾക്കാർക്ക് 2 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ നമ്മുടെ പിക്കപ്പ് ടൈം അല്ലേ? 2 മുമ്പ് പിടിക്കണം. 2 മിനിറ്റ് ഒക്കെ ഇപ്പൊ നല്ല വലിയ സമയമായി. ഒരു റീലിനേക്കാളും കൂടുതൽ സമയം എന്ന് പറഞ്ഞാൽ അത്ഭുത. ടിവിയിൽ പണ്ട് നമുക്ക് ഒരു 15 സെക്കൻഡ് ആയിരുന്നു റിമോട്ട് കൺട്രോൾ മാറ്റാനുള്ള സമയം. അതിപ്പോ ഏകദേശം 3 സെക്കൻഡായി യൂട്യൂബില്. 3-4 സെക്കൻഡ് ഉള്ളൂ. അത്ര ഇങ്ങനെ തട്ടിയാൽ മതിയല്ലോ, റിമോട്ട് മാറ്റുമല്ലോ. അതിപ്പോ ഇന്ന് നമ്മളൊരു 200 റീല് കണ്ടാലും നാളെ എണീറ്റിട്ട് എന്തൊക്കെ കണ്ടു എന്ന് ചോദിച്ചാൽ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പോകുന്ന അവസ്ഥയല്ല നിൽക്കുന്നത്. അപ്പൊ സ്റ്റേജിൽ പോകുന്നു, എന്നിട്ട് സ്റ്റേജിൽ പോയി ആദ്യത്തെ 1 മിനിറ്റിനകം നമ്മൾ എന്തെങ്കിലും ഒരു വിറ്റ് അവിടവുമായി ബന്ധപ്പെട്ട് തുടങ്ങും, പിടിക്കും, കുറച്ച് കയ്യിലുള്ള സാധനങ്ങൾ പറയും. അതിനകത്തൊരു 4-5 ടൈപ്പ് ഉണ്ടാവും. ഇതിൽ നമുക്ക് ഏത് വഴിയാ പോകേണ്ടതെന്നുള്ളത് പിന്നെ മനസ്സിലാവും. ഓരോ സ്ഥലത്തിനും പ്രദേശത്തിനും അനുസരിച്ചിട്ട്. ചില ആളുകൾക്ക് കുറച്ച് പൊളിറ്റിക്സ് പറയുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് പൊതുവായ കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഇഷ്ടം. അത് ഓഡിയൻസിനനുസരിച്ചിട്ട് ചില വിഷയങ്ങൾ മാറും. അത് നമുക്ക് ആദ്യത്തെ 2-3 വിറ്റുകളിൽ ഏതിനാ കൂടുതൽ ചിരിയും കൈയടിയും കേൾക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് മാറ്റി വേറെ വഴി പോയാൽ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് കാട് കയറി ഒരു വളരെ വിറ പിടിച്ച പോലെ പോകും, ചിരിക്കത്തേ ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ മാറ്റൂലോ. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ മറ്റേനേക്കാളും കൂടുതൽ ആൾക്കാർ ചിരിച്ചത് ഇതിനാണ് ആൾക്കാർ കൂടുതൽ ചിരിച്ചത്. ഇങ്ങനത്തെ തമാശയാണ് ഇവിടെ ഓടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഈ മനസ്സിലേ ഈ പല അറകളിലായിട്ട് ഇത് വരണം അല്ലേ? അതെന്താ പറയാ, കുറെയൊക്കെ ആളുകൾ ഇത് തള്ളാണെന്നൊക്കെ പറയുമെങ്കിൽ ഇത് അതിൻ്റെ ഒരു ഗ്രേവി ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ കുറെയൊക്കെ നടന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇത്രയും നുണക്കഥകൾ ഓർത്തു വെക്കാൻ പറ്റില്ല നമുക്ക് അവനവന് നടന്ന കാര്യം തന്നെ ഓർക്കാൻ പറ്റില്ല. ഇത്രയും നുണക്കഥ ഒരുത്തിന് ഓർത്തു വെക്കുക എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ഇതിൽ കുറെയൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇതിനകത്തൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാകാതെ പോകുന്ന ആളുകൾക്ക് ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യത്തിനകത്ത്. എനിക്ക് എപ്പോഴും തോന്നിയില്ല രമേശിനെ സ്റ്റേജിൽ കാണും കാക്കയെ മിണ്ടാണ്ടിരിക്കൂ. ഇതൊക്കെ നിങ്ങളുടെ ഓപ്പോസിറ്റ് യൂട്യൂബ് ചാനലുകാർ പറഞ്ഞു വിടുന്നതാണ്. എനിക്ക് അങ്ങനെ ഓപ്പോസിറ്റ് ഇതൊക്കെ ആൾക്കാരൊന്നും ഇങ്ങനെ കാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. അതാ പ്രഷർ കുക്കർ അടുത്ത വീട്ടിലെന്തോ ഇതൊക്കെ ഈ നോയിസ് ക്യാൻസലേഷൻ ആയിട്ട് കാക്കയും പ്രഷർ കുക്കറും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലെ ആൾക്കാർക്ക് നമ്മൾ തന്നെ ഇരുന്ന് കാക്ക പ്രഷർ കുക്കർ എന്നൊക്കെ പറയുവാന്ന്. സാധാരണ രമേശിന്റെ ഒരു പെർഫോമൻസ് കാണുമ്പോഴേ എനിക്കതൊരു കോൺവെർസേഷൻ ആയിട്ട് തോന്നാറ്, പെർഫോമൻസ് ആവാറില്ല. നമ്മൾ ഇപ്പൊ ഈ ഇരുന്ന് വർത്താനം പറയുന്ന മാതിരി താങ്കളുടെ മുമ്പിൽ ഒരു 1000 ആൾക്കാരുണ്ടാവും. അപ്പൊ ആ ഒരു ഫീലിലേക്ക് എത്തിക്കാനായിട്ട് അത് എങ്ങനെയത് അതായിരുന്നു അത് ഒരു പ്രോസസ്സിന്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു രമേശ് പിഷാരടി എന്ന ബ്രാൻഡ് അങ്ങനെയായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. അത് കുറച്ച് അങ്ങനെ തന്നെ ബോധപൂർവ്വം തുടക്കകാലത്ത് ചെയ്തു. ഇപ്പൊ കുറച്ചുകൂടെ എല്ലാവരും അങ്ങനെ ആയിട്ടുണ്ട്. വളരെ സ്വാഭാവികമായിട്ട് വർത്താനം പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്തൊക്കെ നമ്മൾ കളിക്കുന്ന സ്കിറ്റുകളിലൊക്കെ നേരെ ചൊവ്വേ ശബ്ദമുള്ള ആൾക്കാർ പോലും കുറവാണ്. ഡോക്ടറും രോഗിയും ഒച്ച മാറ്റിയൊക്കെ സംസാരിക്കും. ഡോക്ടർ എനിക്ക് ഇവിടെ വേദന എടുക്കുന്നു, ഓഹോ, ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്താണ് വരുന്നത്. അത് ഞാനും ധർമ്മനും ഇത് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച് ചെയ്തു. ഇപ്പോഴ് സ്റ്റേജിലാണെങ്കിലും നമ്മൾ വളരെ വളരെ ഫോർമലായിട്ട് വർത്താനം പറയുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ശബ്ദം എത്തൂല, ആള് കൂടുമ്പോൾ നമ്മൾ അലറി പറയേണ്ടി വരും. അവിടെയാണെങ്കിലും ഞാൻ ഇത്തിരി കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ശരിക്കും. നമുക്ക് ഇവിടെ ഓപ്പൺ എയർ ഇപ്പം അത്രയില്ല, ഞാൻ ഓഡിറ്റോറിയത്തിൽ പോകുന്നുള്ളൂ. ഓപ്പൺ എയർ പരിപാടിയൊക്കെ വലിയ പാടത്തും സ്റ്റേഡിയത്തിലൊക്കെ വരുമ്പോഴേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് മിണ്ടുന്ന പോലെ നമുക്ക് വർത്തമാനം പറയാൻ പറ്റൂല. ഇത്തിരി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഇങ്ങനെ മന്നോൻ ഇങ്ങനെ പറഞ്ഞ് ആങ്കർ ആണെങ്കിലും ഹലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ പതുക്കെ മിണ്ടാൻ പറ്റൂല. അതിനെ ഒന്ന് അതിലോട്ട് എത്തിക്കാൻ ഒരു സമയം വേണം. ഏറ്റവും അധികം എൻജോയ് ചെയ്തൊരു സ്റ്റേജ് ഷോസ് ഉണ്ടോ ഏതൊരു ഓർമ്മയിൽ ഇപ്പൊ വരുന്നത്? ഭയങ്കര നിങ്ങൾ തന്നെ ചിരിച്ച് ഒന്നൊന്നുമല്ല, ഇഷ്ടം പോലെയാണ്. അത് ഒരെണ്ണം മനസ്സിൽ പറയൂ. അത് ഞാനൊരു ഇപ്പോഴൊന്നും ഇപ്പം കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളെ സ്കിറ്റിലൊരു സ്കിറ്റായിരുന്നു. ഒരാൾ കൈ ഇങ്ങനെ വെച്ചോണ്ട് വരും. കൈ ഇങ്ങനെ വെച്ചോണ്ട് വന്നിട്ട്, സാർ എൻ്റെ കൈ മടങ്ങുന്നില്ല, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ കൈ ഇങ്ങോട്ട് തള്ളും, ഇത് വന്ന് എൻ്റെ തലക്കെട്ടിടിക്കും, പിന്നെ ഇങ്ങനെ തള്ളി ആ ഡോക്ടറിൻ്റെ തലക്കെട്ടിടിക്കും, താത്തും പൊങ്ങും. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ്റെ മുണ്ട് പിടിച്ചഴിക്കാൻ പോകുമ്പോൾ ഇവൻ അയ്യോ എന്ന് പറഞ്ഞ് കൈ പിടിക്കും. ശരിയാക്കി എന്ന് പറയുമ്പോൾ ഞാൻ പൈസ ചീട്ടെടുത്ത് കൊടുക്കും. അമ്മനെ സാർ കൈ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പൈസ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരു സ്കിറ്റ്. ഞാൻ ഡോക്ടറായിട്ടിരിക്കുമ്പം ഈ സ്ഥിരം വരുന്നവൻ മുണ്ടെടുക്കാൻ പറഞ്ഞിട്ട് പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇവനോട് 2-3 പ്രാവശ്യം പറഞ്ഞു സ്റ്റേജിൽ നിന്ന്, താങ്കൾ പോയിട്ട് പിന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇല്ല സാറേ എനിക്ക് നന്നാക്കി തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ഞാനിതൊക്കെ വലിച്ചിട്ട് അവൻ്റെ പാൻറ്റ് പിടിച്ചിട്ട് താത്തി. പക്ഷേ ഇത് ഊരിപ്പോയി. ഇത് സ്റ്റേജിൽ വെച്ച് ഇവൻ്റെ പാൻറ്റ് താഴെ കൊടും ചിരിയും കഴിയാക്കാൻ. ഇവൻ സ്റ്റേജിൽ വെച്ച് പാൻറ്റ് ഊരിയിട്ട് ഓടുമ്പം ഈ പാൻറ്റ് ഇവിടെ കിടക്കുമല്ലേ, ആന കൂച്ചുവലം കിട്ടാല്ല കിടുക്കിടാന്ന് ഓടിയിട്ട് സ്റ്റേജിൽ മുഖം തല്ലി വീണ് പിള്ളേരൊക്കെ കൂടെ ചിരിച്ചിട്ട് എന്തൊരു കോമഡിയാന്നും പറഞ്ഞിട്ടേ. ഇത് നമുക്ക് ഇവൻ വരുമ്പോ തൊട്ട് എന്റെ മനസ്സിൽ ആദ്യം ഞാനിത് എങ്ങനെ തീർക്കും,
ഇങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാടുണ്ട് ശൈലി വെച്ച് നമുക്ക് തെറ്റിപ്പോയിട്ടുള്ളതും അല്ലാതെയൊക്കെ. തെറ്റിപ്പോവോ സാധാരണ? തെറ്റിപ്പോവും. എന്നിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചില ഓർഡർ ചില സാധനം ചില വിറ്റുകളൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് മറന്നു പോകും. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരുത്തനെ കിട്ടും, അപ്പൊ അവൻ എന്തോ പറയും, നമ്മൾ ഇവനോട് കൗണ്ടറൊക്കെ പറയും, തിരിച്ച് നമ്മൾ നിർത്തിയെടുത്ത് വന്ന് കയറുമ്പോൾ എന്തോ ഒരു കണക്ഷൻ വിട്ടുപോകും. അപ്പം അതെന്താ നീ പറയുന്നതിൻ്റെ കൂടെ ആലോചിച്ചുകൊണ്ടിരുന്ന ബാക്കി മുഴുവൻ പോകും. അതവിടെ വിട്ടിട്ട് കയറുന്നൊരു കയറ്റമുണ്ട്. എന്നാലും ത്രൂ ഔട്ട് സമയം എന്തോ ഒരു നല്ല വിറ്റ് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് അവസാനത്തേക്ക് എത്തിക്കാൻ പറ്റാറില്ല. നിർബന്ധമില്ല കിട്ടണം എന്നുള്ളത്, വേറെ കിട്ടി പോകുന്നത്. ഇതിപ്പോ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഇപ്പൊ ചിലപ്പോ അയ്യോ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ. ഇന്റർവ്യൂ ചെയ്യുമ്പോഴല്ലേ നമ്മൾ താർക്കി വഴക്കൊക്കെ ഉണ്ടാക്കിയാലും തോന്നും. രാത്രി നമ്മൾ കിടക്കുമ്പോഴേ അവനോട് ഇതും കൂടി എനിക്ക് പറയായിരുന്നു നമുക്ക് തോന്നിയില്ലേ, വഴക്കിട്ടിട്ട് ചില സാധനം അപ്പ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ സുഖം പോകും. എന്നാലും കേട്ടോട്ടെ, എന്റെ മനസ്സ് സമാധാനമുണ്ടല്ലോ. വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും നമ്മൾ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ചിലപ്പോ ഉണ്ടാവും. അത് നിർബന്ധമായിട്ടുണ്ടാവും. ഈ ഒരു ഇത് സാധാരണ നിലയിലെ താങ്കൾ ഈ നമ്മുടെ ഇടയിലുള്ള ഇപ്പൊ അറിയാം കോമിക് സെൻസ് ഉള്ളവർ, ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർക്ക് സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചിലപ്പോൾ വരാറില്ല. പക്ഷെ മാറിയിട്ടതൊക്കെ ഇപ്പൊ സുരാജനാണെങ്കിലും താങ്കൾക്കും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈസ് ഡിഫിക്കൽട്ട് ഒരാളെ പറഞ്ഞു. കാരണം ഈ മനുഷ്യരുടെ ഓഡിയൻസിന്റെ മനസ്സിലുള്ള രമേശ് പിഷാരടിയിൽ നിന്നും ഒരു വില്ലൻ പുറത്തേക്ക് വില്ലൻ വെച്ച് ചെയ്യുന്നതൊന്നും അത്രയും നല്ല ഓദർ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാനിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മുടെ ബ്രാൻഡ് നമ്മളെ ഇതിനു മുമ്പ് ആളുകൾക്ക് അറിയാലോ, അത് വെച്ചിട്ട് ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും. ഇവരെന്താ ഇങ്ങനെ പറയണെന്നൊക്കെ തോന്നും. നമ്മളെ ഞാൻ പലതവണ പറഞ്ഞു, നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ യാത്രയിലൊക്കെ അടുത്തിരിക്കുമ്പം നിങ്ങൾ സീരിയസ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ശരിക്കും നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കുന്നതാണ്. കാരണം നമ്മളെ ഇവർ കാണുമ്പോഴൊക്കെ നമ്മൾ തമാശ പറയുവാണല്ലോ. അപ്പൊ ഇവന് അങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ. ഇപ്പൊ PT ഉഷ നടന്നു പോകുമ്പോ എന്താ ഓടാത്തതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവര് ഒളിമ്പിച്ചിട്ട് ഓടിയാൽ മതിയല്ലോ. അപ്പൊ അങ്ങനൊരു പ്രശ്നം പല സാഹചര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അത് എത്ര ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതല്ലേ. പക്ഷെ താങ്കൾക്ക് ചിലപ്പോൾ മാറണം എന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം സലീം കുമാറിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് ആരോ എവിടെയോ എഴുതിക്കണം ഞാൻ കണ്ടിരുന്നു, അദ്ദേഹം കൊമേഡിയൻ ആണെന്നുള്ളത് അവിടെയുള്ള ജൂറി മെമ്പേഴ്സിന് അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അതിനൊരു സിനിമ നമ്മൾ ബോധപൂർവ്വം ചെയ്യുന്നല്ലോ. ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഓരോരുത്തരെ കാലങ്ങളായിട്ട് കണ്ടുവച്ചേക്കുന്നത് വെച്ചിട്ട് ഒരു ചിന്തയുണ്ടല്ലോ, അതുണ്ടാവും. അപ്പൊ അത് മാറണമെങ്കിൽ ആ ലെവലിലുള്ളൊരു സിനിമയിൽ ആ ലെവലിലുള്ളൊരു കഥാപാത്രം നമുക്ക് എഴുതി കിട്ടി ഒരു ഡയറക്ടർ ചെയ്താലേ നിൽക്കുള്ളൂ. ഞാൻ ലെഫ്റ്റ് ചെയ്യുന്നത് അല്ലെ സെല്ലുലോയിഡിലെ ഒരു കഥകളി നടന്ന വേഷം, ഇമ്മാനുവലില് അന്നൊക്കെ ചെയ്തിരുന്ന വേഷമൊക്കെ വേറെ തരം വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത്. എത്ര ഡിഫിക്കൽട്ട് ഒരാളെ ചിരിപ്പിക്കാൻ? അത് നാള് കഴിയും തോറും കൂടിക്കൂടി വരും. അത് നമുക്ക് വലിയൊരു ഇമ്മ്യൂൺ വന്നു. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു കൊലപാതക വാർത്തയൊക്കെ കേട്ടാൽ സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലെത്തി. ഇതൊരു നോർമൽ കാര്യമായിട്ട് തോന്നി തുടങ്ങി. പിന്നെ നമ്മൾ എല്ലാത്തോടും പ്രതികരിക്കാൻ വേണ്ടി കാണാൻ തുടങ്ങി. ഇതിലെ എല്ലാ കാര്യങ്ങളിലെയും തെറ്റുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആസ്വാദ്യത കുറയും. ആളുകൾ കാണുന്നു, അപ്പം തന്നെ കമൻ്റ് ഇടുന്നു, പോകുന്നു, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ ഓർമ്മയിലെന്നു പറഞ്ഞൊരു പരിപാടി ചെയ്യുന്നു, മരിച്ചുപോയ ആൾക്കാരെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അതിൽ MT വാസുദേവൻ സാറിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ അതിൻ്റെ താഴെ ചില കമൻറ്റ് വരും, എന്തുകൊണ്ടാണ് സുകുമാരൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യാത്തത്, അത് ചെയ്തുകൂടെ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ബാക്കിയിട്ട് പോയി നോക്കണ്ടേ ഇതുണ്ടോ എന്നുള്ളത്. അത് അവന്റെ ജോലിയാണല്ലോ. അവൻ അത് കണ്ടു, അപ്പൊ തന്നെ പറഞ്ഞു, ചീത്ത വിളിച്ചു, കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന്. അപ്പൊ അങ്ങനെ കാണുമ്പോ ഇവൻ ഇത് കാണുമ്പോ മനസ്സിൽ ഇത് ആലോചിച്ചുകൊണ്ട് കാണുന്നെങ്കിൽ ഈ കാണുന്നത് ആസ്വദിക്കാൻ പറ്റൂല. അങ്ങനെ ആളുകൾ ഈ വേറെ ആളുകളുടെ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഇത്ര സ്ട്രെസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവനവന്റെ കാര്യം വളരെ കുറച്ച് ശ്രദ്ധിക്കുന്നുള്ളൂ. ഇത് ഈ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ പോലും അവനവന്റെ കാര്യം വെച്ചാൽ നമുക്ക് ഡെയിലി രാവിലെ ഒരു വാർത്ത കിട്ടുന്നത്, നമ്മൾ അതിൽ നമ്മുടെ ഒരു അഭിപ്രായം മറ്റുള്ളവൻ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്ന് ഏത് അഭിപ്രായത്തോട് ചേർന്നാണ് നമ്മുടെ അഭിപ്രായം നിൽക്കുന്നതെന്ന് ആലോചിക്കുന്നു. ചിലരത് എഴുതിയിടുന്നു, ചിലരത് എഴുതിയിടുന്നില്ല, അത് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ സത്യത്തിലൊരു 60-70% എങ്കിലും നമ്മൾ മറ്റുള്ളവൻ്റെ ജീവിതത്തെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയും ചിന്തിക്കുകയും കെയറിങ് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്നത് ആ കെയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഐ കെയർ, ഒരാവശ്യമില്ലാണ്ട് നമ്മളത് കെയർ ചെയ്യുന്നു. അത് എല്ലാ ദിവസവും നമ്മൾ, അതിപ്പം സത്യഭാമ ടീച്ചറും RV രാമകൃഷ്ണൻ തമ്മിലൊരു വിഷയമായിരിക്കും, അതല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ വിന്നറും വേറൊരാളും തമ്മിലുള്ള വിഷയമായിരിക്കും, അത് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വിഷയമായിരിക്കും. അവർക്കൊന്നും ഈ സംസ്ഥാനം ഉണ്ടെന്നൊന്നും അറിയില്ല. നമ്മൾ ഇരുന്ന് ആലോചിച്ച്, അതുകൊണ്ട് നമ്മുടെ കാര്യം ആലോചിക്കുന്നത് വളരെ കുറവാണ്.
ഈ മൊബൈലിൽ കാണുന്ന ഇത് കണ്ടുപോകുന്നതിലല്ല ഞാൻ പറഞ്ഞത്, അതിൽ നമ്മൾക്കും കൂടെ ബെനഫിഷ്യൽ ആകുന്ന കാഴ്ചകൾ കാണുക, നമ്മളെ റിഫൈൻ ചെയ്യാനുള്ള കാഴ്ചകൾ കാണുക എന്നുള്ളത് കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്ര റെസിസ്റ്റൻസ് ഉള്ള ആളെ നമ്മൾ ചിരിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്, അതിന് ഈ ചിരിക്കാൻ വരുന്നവനും കൂടെ അതിന് തയ്യാറാവണം. ഇത് അവന്റെ ജോലിയാണ്, എന്നെ ചിരിപ്പിക്കേണ്ടത്. ചിരിക്കാതിരിക്കേണ്ടതാണ് എന്റെ ജോലി എന്ന് വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ചിരിക്കണം, എനിക്ക് ചിരി കുറവാണ്, ഞാൻ ഉള്ളത് വെച്ച് ചിരിച്ചേക്കാം, അതിനകത്ത് എന്താ കുഴപ്പം? ഇനിയിപ്പോ അത്രയും പറഞ്ഞു കേട്ടു, ചിരിച്ചേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ഇത് കുറെ ഭൂരിപക്ഷം ചിരിക്കുന്നുണ്ടേ കുഴപ്പമില്ല നമുക്ക്. അല്ലെങ്കിൽ ഇത് അവന്റെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ തിയേറ്ററിൽ നിന്ന് മാത്രമല്ല, നമ്മൾ സ്റ്റേജിൽ നിന്ന് ചെയ്യുമ്പോ ഒക്കെ പല സന്ദർഭങ്ങളിലും നമുക്കൊരു കുറെ കുട്ടികളെ കൊണ്ടുവരും, അവർക്ക് അപ്പോഴാണ് ഫ്രീ വരുന്നത്. ഈ പിള്ളേർ ഫ്രണ്ട് മുഴുവൻ ഓടിക്കളിക്കും വിദേശത്തൊക്കെ, 1 2 അല്ല കുറെ എണ്ണം. ഇത് നമുക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. വീഴുവെന്ന് മാത്രം ഒച്ചപ്പാടും ബഹളും ഇവിടെ വന്ന് കറങ്ങിയിട്ട് അതൊന്ന് അവർക്ക് സ്പീക്കറിൽ ഇതിനെ ഇഗ്നോർ ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കിത് തൊട്ട് മുമ്പിലാണ്. അടുത്തത് ഫ്രണ്ടിൽ 2 റോയിൽ 3 പേര് ചിലപ്പോൾ മൊബൈല് നോക്കി ഇരിക്കുന്നുണ്ടാവും, അവർക്ക് തിരക്കുണ്ടാവും, അവർ നോക്കിക്കോട്ടെ. അപ്പം നമ്മൾ ഇതിലോട്ട് ഞാൻ ഈ പറഞ്ഞ ഞാനത് ശ്രദ്ധിക്കാൻ നിന്ന് എന്നെ ബാധിക്കും അത് സത്യം. അപ്പം ബാക്കി ആരൊക്കെയോ കാണുന്നുണ്ടെന്ന് ഓർത്ത് തന്നെ ഞാൻ ചെയ്യേണ്ടി വരും. ഇതൊന്നും വലിയ കംപ്ലൈന്റുകളല്ല കേട്ടോ. എനിക്കിത് ഇതൊക്കെ ഉണ്ട് ഇവിടെ എന്ന് ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പല രാജ്യത്തെ സ്റ്റേജുകളിലും പോയി എന്നിട്ട് ഏറ്റവും ഒരു വെൽക്കമിങ് ആയിട്ട് തോന്നിയൊരു സ്റ്റേജ് ഏതാ? ഏത് നാടാണെങ്കിലും പറഞ്ഞത്. പുറത്ത് രാജ്യങ്ങളിൽ ഈ ഏറ്റവും സഡൻ റിയാക്ഷൻ മിഡിൽ ഈസ്റ്റിലാണ്. അത് അങ്ങനെയല്ല, മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളുടെ ഒരു വലിയ വിഭാഗത്തിന്റെ കുടുംബം ഇപ്പോഴും നാട്ടിലുണ്ട്. അപ്പൊ ഇവിടെ അരിക്കോ പഞ്ചാരിക്കോ വില കൂടി അത് അവിടെ റിഫ്ലക്ട് ചെയ്യും. ബാക്കിയുള്ള സ്ഥലത്ത് ഫാമിലി സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുതൽ. ഇവർ മൊത്തമായിട്ട് അവിടെയായി. അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ കാണുന്ന വാർത്തകളിലൂടെ അറിയുന്ന ഒരു നാടിന് അപ്പുറം കണക്റ്റഡ് ആവേണ്ട ആവശ്യകതയില്ല. അപ്പൊ ചില ഇമ്മീഡിയറ്റ് സാധനങ്ങൾ ക്യാച്ച് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. പടയെന്ന് പിടിക്കും, പറയലും അവർ പിടിച്ചിരിക്കുക. പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം അങ്ങനത്തെ ഒരു ചുവയിൽ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലേ? സോ എങ്ങനെയാ ഇത് കൺട്രോൾ ചെയ്യും? നമ്മുടെ ഒരു ഭാഷാ ശൈലിയും നമ്മൾ അവിടെ സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ വേറൊരു ശൈലിയായിരിക്കും. അതെങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ള ചോദ്യമില്ല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, നമ്മളത് ചെയ്യണം. ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ? എങ്ങനെ ആൾക്കാർ പ്രതികരിക്കും എന്നുള്ളതുണ്ടോ? ഞാനങ്ങനെ പൊതുവിഷയങ്ങളും കാര്യത്തിലൊന്നും ഇതുവരെ പോസ്റ്റ് ഇട്ടിട്ടില്ല. എന്നാലും ആളുകൾ അതിനകത്ത് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമൊക്കെ കണ്ടുപിടിച്ച് ചിലരൊക്കെ പറയും. അതിന്റെ കാര്യമൊന്നുമില്ല, എല്ലാം ജഡ്ജ് ചെയ്യും. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തു, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു തിരക്കിട്ടില്ലാത്തൊരു ഹ്യൂമറുള്ള ക്യാപ്ഷൻ ഇടും, പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു ദിവസം ഒരുത്തൻ കമന്റ് ഇട്ടേ, ചേട്ടാ ഇന്ന് ക്യാപ്ഷൻ അത്ര ഏറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് ഇത് ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ റിവ്യൂ ഒക്കെ തുടങ്ങി. ഞാൻ എന്തോ ഒരു ഐറ്റം ചെയ്യാന്നാണ് ഇവരുടെ വിചാരിച്ചത്. ഇതൊരു ഫോട്ടോ ഇടല്ലേ, അതിന് ക്യാപ്ഷൻ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ നന്നായില്ലെങ്കിൽ ഒരു ചുക്ക് വരും. അപ്പൊ ഇത് നന്നായില്ല. അപ്പൊ ഒരുത്തൻ അതിന്റെ താഴെ കമന്റ് ഇട്ടേക്കുന്നത് എല്ലാ ദിവസവും നല്ലത് ഇടാൻ പറ്റുമോ, ഇത്ര ഇടുന്നില്ലേ? അപ്പൊ അതല്ല ഇത് നല്ലത്. അങ്ങനെ ഇതൊക്കെ ഭയങ്കര അതുണ്ട് കേട്ടോ. അത് എൻ്റെ വേറൊരു കാര്യം, ഇപ്പോ ഞാൻ നേരത്തെ വേറെ ഉള്ള ആളുടെ കാര്യം എന്ന് പറഞ്ഞില്ലേ, ഞാനിരിക്കുക അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അമ്മയുടെ ഓഫീസിൽ എന്തോ നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദറിന്റെ ഒരു മീറ്റിംഗ് ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു 4-5 ഓൺലൈൻ മാധ്യമങ്ങൾ വന്നിട്ട് എന്നോട്, ചേട്ടാ എന്തായിരുന്നു അകത്ത് മീറ്റിംഗ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു പരിപാടിയുടെ മീറ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വണ്ടി കയറി പോയി. അപ്പോൾ ആ വീഡിയോ ഞാനിങ്ങനെ തട്ടുമ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ 10-600 കമന്റ്. ഞാൻ തട്ടി നോക്കിയപ്പം ഒരു 10-300 പേരെങ്കിലും നാണമില്ലട ഇവൻ്റെയൊക്കെ പുറകെ മൈക്കുമായിട്ട് പോകാൻ, നിനക്ക് നാണമുണ്ടോ ഇവരുടെ പുറകെ മൈക്കുമായിട്ട് പോകാൻ, ഇവനൊക്കെ ആരാന്ന് ഇങ്ങനെ കമന്റ് ഇട്ടേക്കുക. ശരിക്കും ഞാൻ ഈ പ്രോസസ്സ് പിന്നെ ആലോചിച്ചു. ഒന്ന് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ എൻ്റെ ഒരു സംഘടനയുടെ ആവശ്യത്തിന് പോയി. അതിൻ്റെ പുറകെ ഓൺലൈനിലുള്ള ഒരു 10 പേര് വന്നു. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നു. അപ്പോൾ എൻ്റെ പുറകെ ഇവർ വന്നു, ഇവൻ്റെയും പുറകെ ഇവൻ. ഞാൻ എന്ത് ചെയ്തു എന്ന് ഇവൻ നോക്കുന്നു, ഇവൻ എന്ത് ചെയ്തു എന്ന് ഇവൻ നോക്കുന്നു, ഈ കമന്റ് ഇട്ടവൻ ഇപ്പൊ ഇട്ട കമന്റ് ശരിയാണോ എന്ന് വേർത്ത് നോക്കുന്നു. അവര് പൊക്കോട്ടെ നിനക്ക് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കുന്നു. ഇതിൽ ഞാനും മറ്റവനും വേണമെങ്കിൽ തൊഴിലാണ് ചെയ്തതെന്നുള്ളത് തൊഴിലിന്റെ ഭാഗമാണെന്നെങ്കിൽ പറയാം. മറ്റേതൊരു നേരം പോക്കിന്റെ ഭാഗമാണ്. ഈ നേരം പോക്കിലും നമ്മൾ ഈ പറഞ്ഞ ഓവർ ജഡ്ജ്മെന്റിലാണ്. ഇവൻ എന്തിനാ പോയെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പം നമ്മൾ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. മാറ്റിയടിച്ചാൽ മനസ്സിലാകാത്ത ചില സാധനങ്ങളുണ്ട്. അവകാശവാദങ്ങളൊന്നുമില്ലാത്ത സിനിമ ചില സിനിമയ്ക്ക് എഴുതി കാണാറുണ്ട്.
അതൊരു അവകാശവാദമാണ്. സത്യം. ഈ അവകാശവാദം ഒന്നുമില്ലാത്ത സിനിമ എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം. അതാണ് അവരുടെ മാർക്കറ്റിംഗ് USP. ഇപ്പം ഞാൻ എൻ്റെ കൂടെ ഒരാളിരിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചൊരു വീട്ടിലുള്ളപ്പോൾ എന്ത് ചെയ്യുന്നു, 10ാം ക്ലാസ്സിലാണ്. അയാൾ പറഞ്ഞു, മോളെ പലരും ഉപദേശിക്കും, 10ാം ക്ലാസ്സാണ് ഏറ്റവും വലുത് മറ്റേന്നൊക്കെ പറയും. 10ാം ക്ലാസ് നേട്ടം അപ്പം തന്നെ വലിയ ആൾക്കാർ ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കും, ഒന്നും ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൊച്ചിന് സന്തോഷമായി, കാരണം ശരിയാണല്ലോ എന്നൊക്കെ. പക്ഷെ ശരിക്കും ഇയാൾ ഉപദേശിക്കുക ചെയ്തേ, ഇയാൾ ഉപദേശം മാറ്റിയെന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് 10ാം ക്ലാസ്സാന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നിടത്ത് മാത്രമേ ഒരു പുതിയ ഐറ്റം ആവുന്നുള്ളൂ. ഇത് ചില ആൾക്കാർ ഇതിനെ മാറ്റി അടിക്കുമ്പോൾ നമ്മളവർക്ക് ഇത് ഭയങ്കര ഇയാൾ കൊള്ളാലെന്നൊക്കെ. ഒന്നുമില്ല, ഇയാളും ചെയ്താൽ അത് തന്നെ, എനിക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതാ, ഇവന് മനസ്സിലാകുന്നില്ല. മറ്റവൻ ചെയ്ത അതേ കാര്യമാണ് ഞാൻ ചെയ്തേക്കുന്നത്, പക്ഷെ ഞാൻ അവനേക്കാളും നല്ലതാണ്, ഞാൻ മറ്റവൻ്റെ പുറകെ പോകുന്നില്ലല്ലോ, പക്ഷെ ഇവൻ്റെ പുറകെ പോവാ. ഞാൻ എന്തിനാ പോയെന്ന് ഇവൻ എന്തിനാ പോയെന്ന് അവനും ചോദിക്കുകയാണ്. അതാണ് ഈ പ്രോസസ്സ് പെനിട്രേറ്റ് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. സത്യം. താങ്കളൊരു പുസ്തകം എഴുതിയിട്ടില്ലേ, പിന്നെ എന്തോന്ന് എഴുതാൻ? ചിരി പുരണ്ട ജീവിതങ്ങൾ കഴിഞ്ഞ ശേഷം. അത് എഴുതാത്തത് ഇതിന്റെ അധ്വാനം കമ്പയർഡ് ടു ഒരു പുസ്തകത്തിന്റെ വർത്തമാനകാലത്തുള്ള റീച്ച് തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ്. ഒരു പുസ്തകം നമ്മൾ എഴുതി അതിന്റെ പ്രൂഫ് വായിക്കുന്നവന്റെ രസമുണ്ടോ എന്നൊക്കെ നോക്കി നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു സമൂഹ മാധ്യമത്തിൽ എഴുതിയിടുന്ന കാര്യമായിട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരുപാട് സമയം മാറ്റി വെക്കണമല്ലോ. വളരെ കുറച്ച് ആളുകളാണിത് വായിക്കുന്നത്. പിന്നെ നമ്മുടെ സമയം അപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊരു പുസ്തകം എഴുതുക എന്ന് പറയുന്നതിന് കുറച്ചധികം സമയം വേണം. അല്ല, ആലോചിക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്. ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി ഇരിക്കുന്നില്ല, ഞാൻ എഴുതിയ സാധനങ്ങളെല്ലാം കൂടെ ഏകീകരിച്ച് പിന്നീട് പുസ്തകം ആക്കുകയാണ് ചെയ്യുന്നത്. ചിരിപുരണ്ട ജീവിതങ്ങൾ ഇപ്പോൾ കുറെ പതിപ്പുകളായി. അത് ചില ആൾക്കാർ വായിക്കുന്നുണ്ട്. വായിച്ച ആൾക്കാർക്ക് അതിൽ മെയിൽ ID ഉണ്ടല്ലോ, ബുക്കിൽ മെയിൽ വരും, വായിച്ചു നന്നായി എന്നൊക്കെ പറഞ്ഞ്. വായിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അല്ല വായിക്കുന്ന ആളുകൾ വിരളമാണ്. ആ കൂട്ടത്തിന് മറുപടി പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും അധികം താങ്കളുടെ ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒബ്സർവേഷണൽ ഹ്യൂമർ കണ്ടിട്ട് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരുന്ന ആരാ? അങ്ങനെ ഒരാളെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട്, കണ്ണിച്ചോരയില്ലാത്ത സുഹൃത്തുക്കളാണ്. ഒരു മര്യാദയില്ലാത്ത അവന്മാരിത് പച്ചക്ക് പറയും. അതുകൊണ്ട് ഇതൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ചോദിച്ചു, പുള്ളി പറഞ്ഞു, നല്ല ചിരിക്കുന്നതിൻ്റെ ഒരു തമാശ കണ്ടു, ചിരിക്കാനും ചിന്തിക്കാനും ഉള്ള തമാശയാണ്. ആദ്യം ചിരിച്ചു, പിന്നെ ചിന്തിച്ച് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തിനാ ചിരിക്കണേ, ഇതിനകത്തൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന രീതിയിലുള്ള ക്രിട്ടിക്കലായിട്ടുള്ള. ഞങ്ങൾക്ക് തിരിച്ചും അത് പറയാൻ പറ്റുന്ന ഞങ്ങൾ അങ്ങനെ ഒരു സൗഹൃദ സംഘമുണ്ട്. ഈ പറഞ്ഞാൽ വേദനിക്കാത്ത ക്രൈമാണ് അതുപോലെ പറയുന്ന ആൾക്കാരുണ്ട്. അവര് ചിലത് പറയും. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ ഇത് നമുക്കറിയാം ഏതാണ്ടൊക്കെ ഇത് ഇന്നതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അല്ലാണ്ട് അറിയാണ്ട് റാങ്കും കിട്ടൂല, അറിയാണ്ട് തോറ്റും പോവില്ല ആരും. ചുമ്മാ ഞെട്ടുന്ന പോലെയൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ എഴുതിയ പരീക്ഷയല്ലേ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള എനിക്കറിയാലോ. അപ്പൊ കുറെയൊക്കെ എനിക്ക് മനസ്സിലാവും. ഇതെനിക്ക് ഓർമ്മ വരുന്നേ, ബെർണാഡ് ഷേ വിൻസ്റ്റൺ ചർച്ചിലും ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ബെർണാഡ് ഷേയുടെ ഒരു പുതിയ പ്ലേ വന്നപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലോട് പറഞ്ഞു, വൈ ഡോണ്ട് യു കം വിത്ത് യുവർ ഫ്രണ്ട്സ്, ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വൈ ഡോണ്ട് യു കം വിത്ത് യുവർ ഫ്രണ്ട്സ് ഇഫ് യു ഹാവ് എനി എന്നൊരു മുമ്പ് തിരിച്ചു പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഫസ്റ്റ് ഡേ വരാൻ പറ്റില്ല, സെക്കൻഡ് ഡേക്ക് ഷോ ഉണ്ടാവുമെന്ന്. അതാണ് ഇതുപോലുള്ള ക്രിമിനലുകളുണ്ട്, പക്ഷെ നല്ലതാ. എനിക്ക് അങ്ങനെ ഇതൊന്നും പറയുന്നതിലൊന്നും ഇവരും നല്ല ആര് പറഞ്ഞാലും അവർക്ക് പറയാനുള്ള അധികാരമുള്ളതുകൊണ്ട് നമ്മൾ കണ്ടാലും ഒക്കെ ചിലപ്പം പറയുമല്ലോ, പറയാനുള്ള അധികാരമുണ്ട് ആൾക്കാർ. ഇപ്പൊ പിന്നെ നമ്മൾ കമന്റ് കണ്ടാൽ മതി. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ആളുകൾ ഈ ഞാൻ പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ കഷണം കണ്ടുവരരുത്, അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ ഒരു വാലോ തലയോ നമ്മൾ എന്ത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, ആരോടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും ഇല്ലാതെ ചില കാര്യങ്ങൾ മുറിച്ചു വരും. അത് ചിലപ്പോൾ അത് അവന്റെ അറിവില്ലായ്മയായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സിനിമയുടെ 20-25 വർഷം ഈ ഇടയ്ക്ക് ഡയനച്ചേരി ആഘോഷിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പോ എനിക്ക് കണ്ണി സൂക്കേടാ. അപ്പം പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഷൂട്ട് രാത്രിയാക്കി പല കാരണങ്ങൾ കൊണ്ട് കുട്ടും കണ്ണി സൂക്കേട്. അപ്പൊ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടുകൊണ്ടാണ് പോയത്. എന്നിട്ട് ഇച്ചിരി മാറി ഒരു കസേരയിട്ട് ഇരുന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് ഞാനതിൽ പങ്കെടുത്തു. കണ്ടവനെയും തെറ്റ് പറയുന്നില്ല, പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ കണ്ണി സൂക്കേടാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞുള്ള കഷ്ടം യൂട്യൂബിൽ വരുമല്ലോ. ഇവൻ മാത്രം ആരുടെ കൂളിംഗ് ഗ്ലാസും വെച്ച് മാറിയിരിക്കണത്, അതിന് മാത്രം ആയോ ഇവൻ? അവന്റെ കൂടെ ഇരിക്കുന്നതൊക്കെ എത്ര വലിയ ആർട്ടിസ്റ്റുകളാണ്. ഇവൻ അയിത്തമുണ്ടോ എന്നൊക്കെ ചോദിച്ചങ്ങ് തുടങ്ങിയിട്ട് അത് ഒരുത്തം ഇട്ടു കൊടുത്തു, ബാക്കിയുള്ളവൻ വന്ന് പിടിച്ചു. കൊറേയൊക്കെ വായിക്കും. ഞാൻ അല്ല അങ്ങനെയല്ല, അത് മാത്രല്ല ഈ നമ്മളെ പറ്റി ചീത്ത പറഞ്ഞിട്ടുള്ള ലിങ്കുകൾ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തരും. വേറെ നല്ലതൊന്നും അയച്ചില്ലേലും ഇത് വളരെ കൃത്യമായിട്ട് അറിയാണ്ട് അയച്ചു തന്ന പോലെ ഇത് കണ്ടുട്ടോ നന്നായി എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരും അവൻ. അപ്പൊ അവന് കുറ്റവും ഇല്ല, നമ്മളിത് കാണുകയും ചെയ്യണം. അപ്പൊ അത് കിട്ടും നമുക്ക്. നമ്മളെ പറ്റി ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ലേ. ഇപ്പം ഈ
നല്ലതാണ് ആരും മിണ്ടിയില്ല എന്നുള്ളൂ. ചീത്തയാണെങ്കിൽ കുറെ പേര് വിളിച്ചു പറയും എന്ത് പറ്റിയെന്നൊക്കെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മളിത് കണ്ടുപോകും. പിന്നെ ഈ കമന്റ് ബോക്സ് വളരെ ഭയങ്കര ഹ്യൂമറാ, ഭയങ്കര ക്രൂരത ഉണ്ടെങ്കിലും ചില സാധനങ്ങളുടെ ഹ്യൂമർ നമ്മുടെ പിടിവിട്ട കമന്റുകളാണ്. അതുകൊണ്ട് ഞാൻ വായിക്കും. നല്ല എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ വേറെയുള്ള ആൾക്കാരെ പറ്റി പറയേണ്ടി വരും. വേറെയുള്ള ആൾക്കാരുടെ കാര്യത്തിനെ പറ്റി ഒറ്റ വരിയിലൊക്കെ ഇവന്മാർ എഴുതിയിട്ടിട്ട് ഭയങ്കര രസമുള്ള കമന്റുകൾ കാണാറുണ്ട്. അയ്യോ, ഈ സിനിമാലെന്ന് പറഞ്ഞപ്പോഴാ താങ്കൾ സിനിമാലയും നിങ്ങളുടെ മറ്റെന്തായിരുന്നു ബ്ലഫ് മാസ്റ്റേഴ്സ്, അതിൽ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ട് പോകുമ്പോഴാണ് എന്റെ FTQ, അത് ഏഷ്യാനെറ്റ് പ്ലസ് രണ്ടാം ഘട്ടം. അതെ സത്യം, പുലിയുടെ കോൺഫിഡൻസ്. അപ്പൊ എന്റെ ക്വിസാണല്ലോ നിങ്ങളുടെ. അപ്പൊ എല്ലാവരും TV ഭയങ്കര ഇനമല്ലേ. നമ്മൾ വിദേശത്ത് പോകുമ്പോൾ പോലും മലയാളം ചാനൽ കിട്ടുന്ന ഹോട്ടൽ വേണമെന്ന് വാശി പിടിക്കുമായിരുന്നു. TV എല്ലാവരും കാണുമായിരുന്നു. നമ്മുടെ അങ്ങനെ TV അതിന് മാത്രം പ്രാധാന്യത്തോടെ കാണുന്ന കാലമായിരുന്നു. പക്ഷെ രമേശ്, ആ സമയത്തും ഇപ്പോഴും നമ്മുടെ പോപ്പുലാരിറ്റി ഇപ്പോഴും നമ്മൾ എന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതുണ്ട്. അതായത് താങ്കൾ ഇപ്പൊ വലിയ ടിവിയിൽ നിന്ന് ചെറിയ ടിവിയിലേക്കാവുന്നു, സിനിമയിലേക്ക് പല സ്ക്രീനിന്റെ വലുപ്പം. നമ്മൾ വലുത് ചെയ്താൽ ചെറുത് വരും. അത് അവിടുന്ന് താഴത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സിനിമയുടെ എല്ലാ ക്ലിപ്പും മൊബൈലിൽ വരും, ടിവിയുടെ എല്ലാ ക്ലിപ്പും മൊബൈലിൽ വരും. ഇവിടെ അങ്ങോട്ടേ ഇല്ലാത്തതുള്ളൂ. പക്ഷെ ആ ഒരു സ്റ്റാർഡം എങ്ങനെയാ മാനേജ് ചെയ്തത്? അങ്ങനെ മാനേജ് ചെയ്യാൻ മാത്രമുള്ള സ്റ്റാർഡം ഒന്നും ഇല്ലല്ലോ. സ്റ്റാർഡം ഉദ്ദേശിക്കുന്ന ആൾക്കാരെ നമ്മളെ അറിയുന്നു, നമ്മുടെ ഒരു. പക്ഷെ രമേശിനെ പറ്റി, രമേശിന്റെ സ്വഭാവം തന്നെ രമേശ് പുറത്തും അകത്തൊക്കെ കാണിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേറൊരു മുഖം രമേശ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് തന്നെ ഇത് ബാധ്യത, നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് ആവും അങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നതിന് വലിയ ഇതാ. പിന്നെ നമുക്ക് ആകെ ഇത് തോന്നും, ഞാനീ പറഞ്ഞത് നമ്മൾ തമാശ പറയുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ വളരെ ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലങ്ങളിൽ ഇവർ നമ്മുടെ തമാശ പ്രതീക്ഷിച്ചെന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേ ഉള്ളൂ കുഴപ്പം, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴെങ്കിലും നിശബ്ദത വേണം തോന്നിയിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടല്ലോ. ഞാൻ കോവിഡിന് 4 ദിവസം മൗനവ്രതം എടുത്തിട്ടുള്ള ആളാണ്. കോവിഡിന്റെ സമയത്ത് വേറെ ഒന്നും ചെയ്യാൻ 4 ദിവസം ഒരു അക്ഷരം മിണ്ടില്ല. 3-ാം ദിവസം ഞാൻ TV കണ്ടോണ്ടിരിക്കുമ്പോൾ ഇളയം വന്ന് റിമോട്ട് പിടിച്ചപ്പോൾ അതിങ്ങ് താഴ്ന്ന കണ്ടൊരു വരി പറഞ്ഞതല്ലാതെ 4 ദിവസം ഞാൻ പറഞ്ഞപ്പോൾ ഓർത്തു. പക്ഷെ അങ്ങനെ 4 ദിവസം മൗനവ്രതം ഇരുന്നിട്ടുണ്ട്. എന്തേലും ഞാനിങ്ങനെ നോക്കാം, വേറെന്ത് ചെയ്യാനാ. അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അല്ല, ഈ നിശബ്ദത ഭയങ്കര രസമാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞാലേ, അതായത് ഈ ഇടയ്ക്ക് ഒരു വിദേശത്തൊരു വലിയ പഠനം നടന്നത് 1 മണിക്കൂർ വെറുതെ ഭിത്തിയിട്ട് നോക്കിയിരിക്കുക. നമ്മൾക്ക് ബോറടിക്കാത്തത് കൊണ്ടാണ് ഈ ദിവസം ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത്. ബോറടിക്കുന്നില്ലല്ലോ, ഭയങ്കര എന്റർടൈൻഡ് അല്ലേ നമ്മള്. അപ്പൊ ബോറടിച്ചാലാണ് നമ്മൾ ജീവിച്ചു എന്ന് നമുക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് വെറുതെ ഭിത്തിയിട്ട് നോക്കിയിരിക്കുന്ന ഒരു പരിപാടി ഇവർ പ്ലാൻ ചെയ്തു വിദേശത്ത്. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മിക്ക ആൾക്കാരും കരഞ്ഞു, പലതും ഓർത്തിട്ട്. അവനവൻ്റെ ജീവിതം സംഭവം കാണിച്ചിട്ട് എല്ലാവരും വിചാരിച്ചൊരു ബോറടിക്കുമല്ലേ ഇതേ. ഭൂരിപക്ഷം ആൾക്കാരും പകുതിയൊക്കെ ആകുമ്പോൾ വാവിട്ട് കരയാൻ തുടങ്ങിയ ആളുകൾ. അപ്പോൾ ബോറടിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ചില ബില്ലടിക്കാൻ ഒരു കൗണ്ടറിൽ നിന്നാൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് തൽക്കാലം ബില്ലടിക്കാൻ ഞാൻ നിൽക്കണം. വിദേശത്ത് നാട്ടിൽ കടയിൽ പോകുന്നില്ല, ഓൺലൈനൊക്കെ വഴി ഈ 10 മിനിറ്റ് ഫോൺ എടുക്കാതിരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു നിൽക്കും. അപ്പോൾ അറിയാം 10 മിനിറ്റൊക്കെ നല്ല രസം അങ്ങനെ ചെയ്യലുണ്ട് ചിലപ്പോൾ. സെൽഫ് ക്ലീനിങ് പ്രോസസ് ഭയങ്കര. നമ്മൾ ഫുഡിലുള്ള പോലെ തന്നെ അതിനിപ്പം ഡിജിറ്റൽ ഡീടോക്സ്, ഡിജിറ്റൽ ഡയറ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ട്, ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് 2 ഫോണുണ്ട്. ഇതിൽ സോഷ്യൽ മീഡിയ വേറെ ഫോണിലും, ഉപയോഗിക്കുന്ന ഫോണിൽ സോഷ്യൽ മീഡിയ ഇല്ല. കൊണ്ടെടുക്കണ ഫോണിൽ സോഷ്യൽ മീഡിയ എടുക്കണമെങ്കിൽ ഞാൻ അത് എടുക്കണം. അത് എടുത്തിട്ട് ഇതിൽ നിന്ന് ഹോട്ട്സ്പോട്ട് അതിട്ട് കൊടുത്ത് ഇന്റർനെറ്റ് കൊടുത്താലേ അത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീട്ടില് കിളികൾ, ഞാൻ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ കിളികളാണ് ഭയങ്കര ശബ്ദമാണെന്ന് പറഞ്ഞത്. അതുമാതിരി പട്ടിക്കുട്ടികളും. പട്ടി 2 ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ വീട് വെച്ച്. ഞാൻ ഫ്ലാറ്റിലായിരുന്നു ഈ അടുത്ത കാലം വരെ. അപ്പൊ അവിടെ ഒന്നും വളർത്താൻ പറ്റില്ല. അതിന് ചെറുപ്പത്തിൽ ക്വാർട്ടേഴ്സിലായിരുന്നു വെള്ളൂര് കമ്പനിയുടെ, അവിടെ ഒന്നും വളർത്താൻ പറ്റില്ല. പിന്നെ ഈ എൻ്റെ വീട്ടിൽ വെജിറ്റേറിയനായിരുന്നു. അപ്പോൾ പട്ടിയൊക്കെ, ഞാൻ പണ്ടൊരു തിരുമേനിയുടെ വീട്ടിൽ പോയിട്ടൊരു പട്ടിയെ കണ്ടിട്ടുണ്ട്. പായസമൊക്കെ തിന്ന് ഷുഗർ കയറിയിട്ട് പുള്ളി നോൺ കൊടുക്കൂല്ല, ശർക്കര പായസമൊക്കെ പട്ടി കൊടുത്തിട്ടേ ഒരു പട്ടി ഇങ്ങനെ വയ്യാണ്ടിരിക്കുക പായസമൊക്കെ തിന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും പറ്റാത്തത് കൊണ്ട് വളർത്താതിരുന്നതാണ്. ഇപ്പം ഞാൻ വീട് വെച്ചപ്പം ഞാൻ അല്ലാത്ത പുറത്തുള്ള തീറ്റയും മേടിച്ചു കൊടുക്കും. 2 പട്ടി മേടിച്ചു, തത്ത കിളികളൊക്കെ ഉണ്ട്. അത് ഒച്ചയെടുക്കും. അതോടെ ജാഗ്രത വരാത്ത. അപ്പൊ ഈ ഇവരായിട്ടുള്ള പേരെന്താ പറയുക 2 പേര്? അത് പട്ടി ഹീറോ എന്നാണ് എൻ്റെ പേര്. ടോഫി എന്നാണ് ഉള്ളിൽ വളർത്തുന്ന പട്ടിയുടെ പേര്. അത് കുഞ്ചാക്കോവൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. വിലയുള്ള പട്ടിയാണ്, അത്രയും വലിയ പട്ടി എനിക്ക് മേടിക്കാൻ പറ്റിയില്ല. അപ്പോ ചാക്കോച്ചന് പറ്റുകയും ചെയ്യും. ചാക്കോച്ചൻ കൊച്ചിനും മേടിച്ച്
അത് അവരുടെ വീട്ടിൽ അവർ ഫ്ലാറ്റിലാണല്ലോ, അച്ഛന് മെയിൻ്റനൻസ് പ്രശ്നമായപ്പം എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സ്വീകരിക്കണം പറഞ്ഞ് തന്നു. നല്ല രസമാണ്. നിങ്ങളുടെ യാത്രകൾ, ചാക്കോച്ചൻ ഒരു ഫ്രണ്ട് ആണല്ലേ, ക്ലോസസ്റ്റ്. ഈ ഒരു യാത്രകളിൽ നിങ്ങൾക്ക് ഈ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ആൾക്കാർക്ക് യാത്ര പോകാൻ പറ്റുള്ളൂ കൂടെ. അതല്ലെങ്കിൽ നമുക്ക് ഈ ദുസ്വഭാവം കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾ തിരിച്ചു നമ്മൾ മിണ്ടാണ്ടാവും. അപ്പൊ ഈ ചാക്കോച്ചന്റെ കൂടെ യാത്രകൾ എങ്ങനെയാ? ചാക്കോച്ചനോടുള്ള യാത്രകളൊക്കെ, ചാക്കോച്ചൻ മഞ്ജു വരും ഇടയ്ക്ക്, രസമുള്ള യാത്രകളാണ്. അതില് ഈ ഒന്ന് നമ്മൾ ആരും അറിയത്തില്ലെന്നുള്ള ബോധ്യം പിന്നെ പഴയ അലമ്പുകൾ എടുക്കും, വഴിവാക്കിൽ നൃത്തം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. രസമാണ് ആ യാത്രകളെല്ലാം. നമ്മൾ ഈ ഇടുന്ന ഒരു ഫോട്ടോ അല്ല യാത്ര, അതിനപ്പുറം ഉള്ള പരിപാടികളാണ്. കുറേ സ്ഥലങ്ങളിലായി പോകുന്നു. ഞാൻ നിങ്ങൾ സ്പെയിനോ എവിടെയാണ് ഞാൻ നിങ്ങൾ കണ്ട ഫോട്ടോ? സ്പെയിനല്ല, എവിടെയായിരുന്നു? ഞങ്ങള് ഇറ്റലി പോയിട്ടുണ്ട്, യൂറോപ്പ് പോയിട്ടുണ്ട്, കുറെ ഒരു 4-5 മിനിമം. ഡൽഹി, ഇവിടെ ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാൻ പക്ഷേ ഇങ്ങനത്തെ യാത്ര ഇവരുടെ കൂടെ കൂടിയതിന് ശേഷം കേട്ടോ തുടങ്ങി. ഞാൻ കോളേജിൽ നിന്ന് ഒരു NSSന്റെ ചെറിയ ടൂർ വാഗമണ് പോയതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ടൂർ പോയിട്ടില്ല. ഞാൻ തലയിലപ്പുറം ദേവസ്വം ബോർഡ് കോളേജിൽ, അല്ലാണ്ട് ഒരു ടൂർ സ്കൂളിൽ പഠിക്കുമ്പോഴും പോയിട്ടില്ല, ഇവിടെയും പോയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ 10-12 വീട്ടുകാരോട് ഒരു ബോട്ട് എടുത്ത് വൈക്കത്ത് എവിടെ പോയതൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. പിന്നെ പ്രോഗ്രാം തുടങ്ങി, യാത്ര തുടങ്ങിയിട്ട് വിടിവിട്ട യാത്രയായി. അങ്ങനെ എനിക്ക് വീട്ടിലിരിപ്പ്, ആ സമയത്തൊക്കെ വീട്ടിലിരിപ്പായിരുന്നു സന്തോഷം. ഇപ്പോഴാണ് ഞാൻ ഈ പരിപാടിക്ക് അല്ലാണ്ട് യാത്രയ്ക്ക് പോയി തുടങ്ങിയത്. അത് ഇവരുടെ കൂടെ കൂടിയിട്ടാ. അതിലൊരു ലേണിംഗ് ഉണ്ടാവും. തിരിച്ചു വന്നത് പിന്നെ താങ്കളുടെ ഒരു പെർഫോമൻസിലും അതിലും കൊണ്ടുവന്നിട്ടുണ്ട്. യാത്രകൾ നമുക്ക് ആളെ കാണുമ്പം അറിവാണല്ലോ, നമ്മൾ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പൊ എല്ലാ കാര്യത്തിനും ലോകത്തോട് കമ്പയർ ചെയ്യുകയും ലോക നിലവാരം, ഈ ലോകം തീർത്തും വേറെ പരിപാടി തന്നെയാണ്. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്ന് റിഫൈൻഡ് ആവും. നമുക്ക് പലപ്പോഴും ഓപ്പോസിറ്റ് സൈഡിനെ പറ്റി ചിന്തിക്കാൻ പറ്റും. ഇപ്പം എന്നെ ഒരാൾ ചീത്ത വിളിച്ചാലും എനിക്ക് ഇവൻ എന്തിനായിരിക്കും എന്നെ ചീത്ത വിളിച്ചത്, അത് ഇന്ന കാരണം കൊണ്ടാണ്, വിട്ടേക്കാം എന്നൊക്കെ തോന്നിക്കാൻ. പണ്ട് അങ്ങനെ വിടുമായിരുന്നോ? പണ്ട് ഇപ്പം വിടുന്നതിനേക്കാളും വിടുമായിരുന്നു. ഞാൻ എൻ്റെ മൈഗ്രെയിൻ ഭയങ്കരമായിട്ട് കൂടിയപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ദേഷ്യമൊക്കെ ഒന്ന് കുറച്ച് പ്രകടിപ്പിക്കണം കേട്ടോ, നിങ്ങൾ ഇങ്ങനെ സഫർ ചെയ്തിട്ട് നീക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം നിരന്തരമായ മൈഗ്രെയിൻ. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങൾ വല്ലാണ്ട് സ്ട്രെസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഒട്ടും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ചിലർക്ക് ഇത് മനസ്സിലാവില്ല, നിങ്ങളൊരു ട്രെയിനിങ്ങിൽ ശീലിച്ച് നിങ്ങൾ സ്ട്രെസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സിലെന്ത് മനസ്സിലാവണല്ലോ, ബോഡി റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ നിങ്ങളുടെ സ്ട്രെസ്സിനോട് എന്നും പറഞ്ഞിട്ട് അതിന് മരുന്ന് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം ചില ചെറിയ ദേഷ്യങ്ങൾ ഞാൻ മാറ്റി ഇടിക്കണ സാധനം മേടിച്ചാലോ ഒന്ന് ആലോചിക്കുക. തൂക്കിയിട്ടിട്ട് ഇടിക്കണേ, പേര് വെച്ച് ഇടി കൊടുക്കാമല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരിട്ടിട്ട് രാവിലെ 3 ഒരു സമാനം എന്ന് പറഞ്ഞ അത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ചീത്ത വിളിക്കാൻ പറ്റില്ല, നമുക്ക് ആരും ചീത്ത വിളിക്കാൻ പറ്റില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൈഗ്രെയിൻ ഒക്കെ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു തുള്ളിക്ക് ഒരു 5 to 10% കുറച്ച് ദേഷ്യം കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങി. അല്ലെ എനിക്കറിയാം ഇത് ഇന്ന കാരണം കൊണ്ടായിരിക്കും ഇവർ ഇന്ന പോലെ പെരുമാറുന്നത്, അവനത് അങ്ങനെ മനസ്സിലായുള്ളൂ, അത് ഇന്ന ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോരും. ഞാനൊരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുസ്വഭാവം അദ്ദേഹത്തിന്റെ ശുണ്ടിയാണെന്ന്. ആരാന്നറിയുമല്ലോ അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു മമ്മൂക്കയുടെ, മമ്മൂക്ക അപ്പൊ എന്തി? പിന്നെ എന്ത് പറയാം, 10 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ എല്ലാവരും ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളാരും ഉദ്ദേശിച്ചു ചുമ്മാ. എനിക്ക് രമേശിനെ കാണുമ്പോൾ ഏറ്റവും വലിയ അസൂയ എന്താണെന്നറിയോ, നിങ്ങൾ മമ്മൂക്കയുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ദൈവമേ ആൾക്കാർ ചോദിക്കുന്ന മാതിരി എന്തിനാ കൂടെ നടക്കുന്നതല്ല, എന്റെ എന്താണെന്നറിയോ, എന്തോരം പഠിക്കാൻ ചോദ്യം വരുന്നതേ ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ മാച്ച് അല്ലാത്തോണ്ടാ. പ്രൊഫൈൽ തമ്മിൽ മാച്ച് അല്ലാത്തപ്പോ എത്ര സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ. എന്തൊരു ഭാഗ്യം നിങ്ങൾക്ക്. ആളുകള് ഈ പ്രൊഫൈല് മാച്ച് അല്ലാത്തോണ്ട് ആളുകൾ എപ്പോഴും മിക്ക കാര്യങ്ങളും എനിക്കെന്ത് ഗുണം എന്ന് ആലോചിച്ചിട്ട് തന്നെ ചെയ്യുന്നു. പല സൗഹൃദങ്ങളും പല ആത്മബന്ധങ്ങളും ഒക്കെ പരസ്പരം എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കും. ഞാൻ ഒരിടത്ത് പറഞ്ഞു അത്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചില ഗുണങ്ങളൊക്കെ വേണേൽ ആലോചിക്കാം. എനിക്ക് സിനിമയിൽ അവസരം കിട്ടും, ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് ഇല്ല, ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ കിട്ടുന്ന ചിന്തിക്കാൻ. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവില്ല, ഇവനെ എന്തിനു കൊണ്ടുവരണം എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എന്നും ഓരോന്നും പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരു ഒബ്സർവേഷൻ എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് എന്താ? ഒരുപാടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അദ്ദേഹത്തിന് ഈ ഫിസിക്കലി അദ്ദേഹം വളരെ ബോഡി ഫിറ്റായിട്ട് നോക്കുന്നു, ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നുള്ളതിനൊക്കെ അപ്പുറം നമുക്ക് ആദ്യം പ്രായമാവുന്ന സാധനം മനസ്സിനാണ്. അവിടെ പ്രായം തട്ടാതെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ ചില തർക്കങ്ങൾ അദ്ദേഹവുമായിട്ടൊക്കെ തർക്കിക്കുമ്പം ഈ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പവർ ഉപയോഗിച്ച് തർക്കം ജയിക്കാമല്ലോ.
അത് ചെയ്യൂല. അത് നമ്മൾ പറഞ്ഞൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ശരി അല്ലെങ്കിൽ ഇതാണ് എന്നും പറഞ്ഞ് ഈ തിരുത്താനുള്ള ഒരു സാധനങ്ങളൊക്കെ ചെയ്യും. താങ്കൾക്ക് തർക്കിക്കാനുള്ള ഒരു സ്പേസും തന്നിട്ടുണ്ട്. തർക്കം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ തർക്കം, ഡിസ്കഷനാണ്. ഞാൻ തർക്കം എന്നുള്ള വാക്ക് വെച്ചിട്ട് ഹെൽത്തി ഡിബേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഭാഗ്യം ഞാൻ പറഞ്ഞു, നമുക്ക് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് ചെയ്യാൻ പറ്റും. അപ്പൊ അത് അങ്ങനത്തെ ഒന്നല്ല, പല കാര്യങ്ങളും പുള്ളി പറഞ്ഞത് നമുക്ക് പിന്നീട് പുള്ളി പറഞ്ഞു പോകുന്നതായിരിക്കും. നമ്മൾ പിന്നെ അന്ന് ഇന്ന പോലെ പറഞ്ഞത് ഇന്ന കാര്യത്തിൽ ഇന്ന വിഷയത്തിൽ നിങ്ങൾ ഇന്ന അഭിപ്രായം പറഞ്ഞത് ഇന്നതായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇവർ കണ്ട ആളുകൾ, ഇവർ ഇടപെട്ടിട്ടുള്ള ആളുകൾ, ഇവർ ചെയ്ത കഥാപാത്രങ്ങൾ, കേട്ട കഥകൾ, ഇവരിടപെട്ട ആളുകളുടെ എല്ലാം വലിപ്പം. സാധാരണക്കാരൻ ഇപ്പം ഞാനുമായിട്ടും ഇടപെടുന്നുണ്ട്, ഇവർ വലിയ ആൾക്കാരുമായിട്ട് പോലും ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് ഇവർ അഡാപ്റ്റ് ചെയ്യുന്ന, ഇവർക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ. താങ്കളിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ എടുത്തു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഇതെന്നോട് സിദ്ദിഖ് ലാൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മമ്മൂക്കയുടെ കൂടെ ഒരാളെയും കൂടി ചെന്നതൊക്കെ വീട്ടിൽ. അപ്പോൾ മമ്മൂക്ക് ആരാതെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ശരിയില്ല കേട്ടോ എന്ന് പറയാം. അല്ല നല്ല ആളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലാൽ പറയുന്നത് 3-4 മാസം വേറെ എനിക്ക് ഭീകര പഠിക്കുന്നു. അപ്പോൾ ഇയാൾ ഇത് ആദ്യത്തെ ദിവസം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആളുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര കപ്പാസിറ്റിയാണ്. പിന്നെ പൊതുവേ ഉള്ള ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം ഒരു വൺ ലൈനറായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. ഇന്ന കാര്യം ഇന്നതാണ് എന്ന് പറയുന്നത്. അതെ, അതുകൊണ്ട് വലിയ ഭാഗ്യമാണ് താങ്കൾക്ക് അദ്ദേഹത്തിനോട് സമയം ചെലവഴിക്കാൻ പറ്റും. അതെനിക്ക് അസൂയുണ്ട്. എനിക്ക് തന്നെ എന്നോട് അസൂയുണ്ട് ഇടയ്ക്ക്. അത് പറഞ്ഞപ്പോഴാ കൊച്ചുകുട്ടിക്കാലം പാലക്കാടും കണ്ണൂരായിരുന്നില്ലേ? വെള്ളൂര് പേപ്പർ കമ്പനിയുടെ പ്രദേശത്തായിരുന്നു കുട്ടിക്കാലം. ജനിച്ചത് പാലക്കാടാണ്. പക്ഷെ ഭാഷ പാലക്കാടില്ല. പാലക്കാട് എനിക്ക് പറയാനറിയാം ഞാൻ, പക്ഷെ ഇഷ്ടമുള്ളൊരു ഭാഷ പാലക്കാട്. എന്നോടെങ്കിലും ഞാൻ പറയാൻ വേണമെങ്കിൽ. ഇവിടുന്ന് എങ്ങടാ പോവാ തിരിച്ച്? തൃപ്പൂണിത്തുറയാണ്. അവിടെയാണ് ഇപ്പൊ വീടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങടേക്ക് പോകും. ഏട്ടയുണ്ട്. ഏട്ട രണ്ടുപേരും എറണാകുളം തന്നെയാണ്. ഒരാളവിടെ നെട്ടൂരൊക്കെ താമസിക്കുന്നുണ്ട്, കാലൂര് താമസിക്കുന്നുണ്ട്. വെരി ഗുഡ്. എനിക്ക് എന്ത് സന്തോഷം കേട്ടോ. കുട്ടികൾ 2 പേരാ? 3 പേര്. 3 മക്കളുണ്ട്. 3 കുട്ടികളും എങ്ങനെയാ ഈ പാരന്റിങ് എങ്ങനെയാ താങ്കൾക്ക്? ഞാൻ അധികം ഇടപെടുന്നില്ല. അത് ഭാര്യച്ച ഉത്തരവാദിത്തത്തിൽ അങ്ങനെ 3 പിള്ളേരും 2 പട്ടിയും എന്നൊക്കെ പറയുമ്പം അതിനൊരു ഭാരമുണ്ട്. 5 കുട്ടികൾ, അവരെയും കൂടെ കൂട്ടും 5 പിള്ളേരാ. അപ്പൊ അതിനൊരു ഭാര്യച്ച ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഞാന് ഒരിക്കലും മൃഗാശുപത്രിയിൽ എൻ്റെ ഒരു പട്ടിക്ക് ഒരു അസുഖം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഭാര്യ എന്നോട് ഇങ്ങനെ കുറച്ച് ഇരുന്നിട്ട് ഞാനിങ്ങനെ വിവാഹം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിവാഹം കഴിയും, കുഞ്ഞുങ്ങളുണ്ടാവും, ഇങ്ങനെ പല കാര്യങ്ങളുമൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഒരു പട്ടിക്ക് ഓപ്പറേഷൻ ചെയ്യുമ്പം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്ക് ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടല്ലോ. നാളെ വിശാഖമാണല്ലോ അല്ലേ? അതെ. അപ്പൊ ഈ വിശാഖം നാളുകാർക്കുള്ള ഒരു പ്രത്യേകത എന്താ? വിശാഖ നാളുകാർക്ക് അങ്ങനെ വലിയ പ്രത്യേകത ഒന്നും ഇല്ല. നാളുകാരെയൊക്കെ പോലെ തന്നെയാണ്. അവരുടെ പ്രത്യേകത അവർ പറയില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആൾക്കാരോട് ഭയങ്കരമായിട്ട് ഈ പണ്ട് പറഞ്ഞല്ലോ, പണ്ട് ഭയങ്കരമായിട്ട് ഇപ്പൊ മൈഗ്രെയിൻ കാരണം കുറച്ചുകൂടി കൺട്രോൾ ചെയ്തൊന്ന്, എന്നാലും മനസ്സിൽ ആ ദേഷ്യം പുറത്തേക്ക് വരാതിരിക്കും. പക്ഷെ മനസ്സിലുണ്ടോ? മനസ്സിലൊക്കെ ദേഷ്യം. അപ്പൊ അതിങ്ങനെ കൺട്രോൾ എടുത്തിരിക്കും. മനസ്സിൽ ദേഷ്യം എന്ന് പറയുന്നത് അത് ചില ആളുകളോട് നമുക്ക് അകാരണമായ ദേഷ്യമൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരല്ലേ. ആർക്കും അറിയത്തില്ല. അത് എല്ലാവർക്കും, എനിക്കെന്നല്ല, എല്ലാ നാച്ചുറൽ ഡിസിലേക്ക് വെറുതെ അകാരണമായ ചില ദേഷ്യങ്ങളുണ്ട്. അത് നമ്മളെ ഇഷ്ടമില്ലാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവും, ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. അത് പിന്നെ എപ്പോഴും നമ്മൾ ഈ വായും വർത്താനത്തിനും വലിയ കനം കൊടുക്കണ്ട. ഒരാളുടെ പാറ്റേൺ നോക്കിയാൽ മതി, ഒരാളുടെ പെരുമാറ്റത്തിന്റെ പാറ്റേൺ എന്താണ്. പിന്നെ ഇപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ നമുക്കുടെ കാര്യം വന്നിട്ട് ചിലരുടെ ഒരു എനർജി ഫീൽ ചെയ്യും. വന്ന് നിൽക്കുമ്പോ തന്നെ അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സഹിച്ച് നിൽക്കും. ഈ ഇത്രയും പരിപാടികൾ ചെയ്യുമ്പോഴേ ഈ കണ്ട ആൾക്കാരിൽ എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ നെഗറ്റീവ്. എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറ്റി മറിച്ച് ഇങ്ങനെ പോണല്ലേ? അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ ശീലാവും. നമ്മൾ അത് തന്നെ ആയിരുന്നല്ലോ നമ്മുടെ പണിയും ചെയ്തോണ്ടിരിക്കുന്നത്. അത് ഇതുമെല്ലാം ഏറ്റവും അധികം ഈ നമ്മളെപ്പോഴും പറയും ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷം, ഈ നിങ്ങളെ ചിരിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലെ വിഷമം പുറത്തേക്ക് പറയുന്ന ആൾക്കാർക്ക് അറിയേണ്ടതില്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. ഹൗ ഡു യു ഹാൻഡിൽ അങ്ങനത്തെ ഒരു മാനസിക ഘട്ടങ്ങൾ? എങ്ങനെയാണ്? ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യും. എനിക്ക് വിഷമം പങ്കുവെപ്പ് വളരെ കുറവാണ്. ഭാര്യ എടുത്ത് പങ്കുവയ്ക്കുമായിരിക്കും. വേറെ ഇടത്ത് എവിടെയും പോയി അങ്ങനെ ഈ പണ്ടത്തെ കഷ്ടപ്പാടിന്റെ കഥകളും ഒക്കെ വളരെ ചോദ്യം ചോദിച്ചാൽ ഉത്തരമായിട്ട് പറയുന്നതല്ലാതെ അതിൽ നിന്നൊരു കാര്യം കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു പറച്ചിലുകൾ താരതമ്യേന കുറവാണ്. അത് ഇല്ല. പിന്നെ
ഇതൊരു മാനേജ് ചെയ്യേണ്ട സാധനമല്ലെന്നങ്ങ് വിചാരിക്കും. നമുക്ക് വേണ്ട സാധനം മാനേജ് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഈ മെന്റൽ ഹെൽത്തിൽ കൂടെ പാസ് ചെയ്തൊരു കാലഘട്ടമാണല്ലോ നമ്മുടെ. ഇപ്പോൾ നമ്മുടെ മക്കളുടെ പ്രായമായ അഡോളസൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. നമ്മുടെ ആൺകുട്ടികളൊക്കെ ആ ഒരു ലെവലിൽ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് ഇത് പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പണ്ടത്തെ മാതിരി ഇറ്റ് ഈസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. പക്ഷെ അങ്ങനെയുള്ള ഡീലിങ്സ് നോക്കി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അങ്ങനൊരു സ്വാഭാവികമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ വരാതിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് അതെല്ലാം കൂടെ കൂടിയതാണ് ഈ പരിപാടി എന്നുള്ളൊരു ബോധ്യത്തിൽ തന്നെ നിൽക്കുന്നത്. അത് നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരെന്ത് ചെയ്യാനാണ്? നമ്മൾ ഈ ഓട്ടത്തിൽ വീണു പോയാൽ നമ്മൾ വീണു എന്നല്ലാണ്ട് കൂട്ടത്തിൽ നിൽക്കാനൊക്കെ വളരെ കുറച്ച് പേർക്ക് പറ്റുള്ളൂ. എല്ലാവർക്കും അവനവൻ്റെ ലൈഫ് കാര്യങ്ങളെന്നുള്ളതുണ്ട്. അപ്പോൾ പരമാവധി അതൊക്കെ പറയാതിരിക്കുക. നമ്മൾ നിരന്തരം ചില ആളുകളുടെ ഇൻ്റർവ്യൂ നിങ്ങളെടുത്ത് വയ്ക്കും, എന്തോ ഒരു കംപ്ലൈൻറ്റ് പറയുന്നറിയുമോ, എന്തോ ഒരു പരാതികളാണ്, എല്ലാവരും കൂടെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പതുക്കെ എത്തിപ്പോവും അറിയാതെ. അപ്പോൾ അത് പരമാവധി ഇല്ലാണ്ടിരിക്കുക, അങ്ങനെ ശീലമാക്കുക എന്നുള്ളതാണ്. ശീലമാക്കി ആക്കുക എന്നുള്ളതല്ല. കുറേ വാക്കുകൾ പറയാം, അതിനൊക്കെ ഒരു തോട്ട് പ്രോസസ്സ് പറയണം. മുഖം മൂടികൾ എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. ലെഗസി ഉണ്ടാക്കാം, ഉണ്ടാവും, ഇല്ല ഉണ്ടാക്കാം അടുത്ത. അങ്ങനെ റൂട്ട്സ് വേരുകൾ നല്ലോണമുണ്ട് എല്ലാവർക്കും. താങ്കൾക്കും? എല്ലാവർക്കും. പിന്നെ റൂട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ ചോറ് ഇഷ്ടപ്പെടുന്നത് പോലെ നിങ്ങളുടെ റൂട്ടാണ്. നിങ്ങളൊരു 10 ദിവസം തുടർച്ചയായിട്ട് പിസ തിന്നുമ്പോൾ പിന്നീട് ചോറ് കാണുമ്പോൾ നിങ്ങൾക്ക് ചോറിനോട് കാണുന്ന ആർത്തി നിങ്ങളുടെ നിരന്തരം ഒരു ഇറ്റലിക്കാരന് ഈ പ്രശ്നമില്ല, അവനത് ധാരാളമാണ്. അപ്പോൾ നമ്മുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് വളരെ നമ്മൾ രൂഢമൂലം എന്നുള്ള വാക്ക് റൂട്ട് കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുറേ ആളുകൾ കൂടി സമൂഹം ഉണ്ടാവുമല്ല, ഇവിടെ ഉള്ള സമൂഹത്തിലേക്ക് വരുന്ന ഓരോരുത്തരെയും ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പം അത് റൂട്ടും ഒക്കെ ഉണ്ട്, ഉള്ള സാധനം തന്നെയാണ്. നിങ്ങൾ ചോദിച്ചതല്ല. ശബ്ദം പാട്ട് എപ്പോഴും വായിൽ വരുന്നൊരു പാട്ട്. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ പാട്ട് പാടുന്നുണ്ടോ? നിങ്ങൾ പാട്ട് പാടുമോ? രാവിലെ ഒരു പാട്ട് കിട്ടും ഒരു ദിവസം. ഇന്നത്തെ പാട്ട് ഏതാ? ഇന്നിപ്പോ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഏതായിരുന്നു? ഒരു പഴയ പാട്ടാ. അത് കാരണമായിട്ട് വിട്ടുപോയില്ലേ? അതാണ് ഒരു പാട്ട് രാവിലെ ഒരെണ്ണം വന്ന് കിട്ടും. ആ ഒരു അങ്ങനെ അത് പിന്നെ അന്നത്തെ ദിവസം ഓൾ ഡേ പാടിക്കൊണ്ടിരിക്കും. അതിപ്പോ ഇവിടെ വന്ന് കേറുമ്പോ ഞാൻ കേട്ടതാ. പിന്നെ അത് പോയി എനിക്കറിയാം, ഈ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. പാട്ട് നല്ലോണം കേൾക്കും. പാട്ട് കേൾവി നല്ലോണം ഉണ്ട്. കാറിൽ പോകുമ്പോൾ കേൾക്കും. പണിക്ക് പാട്ട് ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കുളം പോലത്തെ സാധനമുണ്ട് താമര വെള്ളത്തിന്, അതൊക്കെ വൃത്തിയാക്കി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ട് വെച്ചിട്ടിരുന്നിട്ടാണ് അത് കേൾക്കുന്നത്. ഒരു ബാല്യകാല സ്മരണ. ഞാൻ ധീരതയ്ക്കുള്ള അവാർഡ് മേടിച്ചത് അവിടുന്ന്, പ്രാദേശിക അവാർഡ്, പ്രസിഡന്റിന്റെ അവാർഡല്ല. ഞാൻ അത് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ തീപ്പെട്ടി കൊണ്ടേ, മെഴുക് തീപ്പെട്ടി എന്ന് പറഞ്ഞ തീപ്പെട്ടി ഉണ്ടായിരുന്നു നമ്മുടെ ചെറുപ്പത്തിൽ. ഈ കോലിന് പകരം മെഴുകുള്ള, അത് കൈക്കിട്ട് 4 തിരുമിട്ട് അതിങ്ങനെ അകത്തി കഴിഞ്ഞാൽ ലോഹ പോലെ ആയിട്ട് പള്ളിയിലച്ഛനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു തീപ്പെട്ടി കൊണ്ടുപോയിട്ട് തിരുമിയിട്ട് അവിടെ ഇപ്പോൾ കമ്പനിയുടെ ക്വാർട്ടേഴ്സിൻ്റെ പ്രദേശത്ത് കുറേ യൂക്കാലി മരം നിൽപ്പുണ്ട്. അത് കത്തിച്ചിട്ട് അവിടെ ഒരു ഇലയ്ക്ക് തീ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ തീ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തീ എൻ്റെ കയ്യിൽ നിന്ന് പോയി, നല്ല കത്തായി. അപ്പോൾ അവിടെ ഒരു സബ്സ്റ്റേഷൻ ഉണ്ട്, ഇലക്ട്രിക് സബ്സ്റ്റേഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റോറുണ്ട്, ESI എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ. ഞാൻ ഓടിച്ചെന്ന് ആ സ്റ്റോറിൽ പറഞ്ഞ് അവിടെ തീ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് അപ്പോൾ തന്നെ ഫയർ എഞ്ചിനെ വിളിച്ച് ഫയർ എഞ്ചിൻ വന്ന് തീയൊക്കെ കെടുത്തി. അവസാനം തീ കണ്ട് പറഞ്ഞതിന് അടുത്ത ഓണാഘോഷത്തിന് എനിക്ക് ധീരതയുള്ള അവാർഡ് ഇട്ട് ഞാൻ ഇല്ല, അത് പറഞ്ഞത് ബാല്യല്ലേ, ഞാൻ രക്ഷിച്ചവനായി. ബാല്യകാല സ്മരണ ഒരെണ്ണം. അത് അങ്ങനെ ഇഷ്ടം പോലെ. ഞാൻ പൂച്ചക്കുഞ്ഞാന്ന് പറഞ്ഞു കുട്ടിത്തേവാങ്കെന്ന് പറഞ്ഞ ജീവിയുടെ കുഞ്ഞിനെ വീട്ടിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും വിശ്രമം ചുമ്മാ വിശ്രമിക്കുന്നൊരു ജീവി. കുറച്ച് ഞാൻ കണ്ടോ പറഞ്ഞു, ഇത് സാധനം ഇതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ തിരിച്ചുകൊണ്ട് കിട്ടിയെടുത്തുകൊണ്ട് വിട്ടിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ കുറ്റപ്പേരിട്ടായിരുന്നോ നിക്ക്നെയിം? എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ പല കാലത്ത് പല പേരായിരുന്നു. അത് ഞാൻ ഈ മിമിക്രി ഒക്കെ കാണിച്ചിട്ടൊക്കെ ഞാൻ അനുകരിക്കുന്ന ചില ജീവികളുടെ പേര് വരിക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പലതുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മുടെ ശബ്ദം ഉറച്ചിട്ടില്ലല്ലോ, നടന്മാരുടെ ഒന്നും ശബ്ദം കിട്ടൂല. അപ്പൊ സർവമാന ജീവികളുടെ ശബ്ദത്തിൽ എടുത്തോണ്ടിരുന്നത്. ഏറ്റവും അധികം സ്റ്റേജിലും ഏത് നടന്റെ പറയാറ് സാധാരണ? ഞാൻ നടന്മാരൊക്കെ ഒരു 5-6 പേരെ എടുത്തിട്ടുള്ളൂ. ഞാൻ ഈ ഒരു നടൻ ഈ സ്റ്റാൻഡപ്പ് ആയിട്ട് വരുന്നതിന് മുമ്പ് ഒരു നടനെയും അടുത്ത നടനിലോട്ടുള്ള അകലം കൂട്ടിയിട്ട് അതിന്റെ ഇടയിൽ വർത്താനം പറഞ്ഞ് എത്തി. പിന്നെ എന്റെ ശബ്ദത്തിലൊക്കെ ഡയലോഗ് കോമഡി കയറ്റുമായിരുന്നു. ഡയലോഗ് ഒറിജിനൽ പറയൂല, വേറെ ഡയലോഗുകൾ കോമഡി ആയിട്ടൊക്കെ പറഞ്ഞാ വന്നോണ്ടിരുന്നത്. എന്തെല്ലാം കാണിച്ചിട്ടാ ഇവിടെ എത്തുന്നത്, പണിയെടുത്തിട്ടാ എത്തുന്നത്. പക്ഷെ അതൊരു ചിരിയിൽ നിൽക്കുന്നതേ. എന്റെ അവസാനത്തെ ചോദ്യം, എക്കോനെ കുറിച്ച് എന്താ?
എക്കോയെ കുറിച്ച് എന്താ പറയാനെന്നുള്ളത് ഒരു വാക്ക് തോന്നുന്നത് എങ്ങനെ? തിരുത്താം. പറഞ്ഞത് എന്താന്ന് നമുക്ക് ഒന്നുകൂടെ കേട്ടിട്ട് വേണേ തിരുത്തി ഒന്നുകൂടെ പറയാൻ പറ്റും. അതായത് നമ്മൾ ഒരു 3 വയസ്സിലൊക്കെ സംസാരിക്കാൻ പഠിക്കും. പിന്നെ ആകെ പഠിക്കേണ്ടത് എപ്പോൾ സംസാരിക്കണം, എന്ത് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കാതിരിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ അതിന് നമുക്ക് എക്കോ നമ്മളൊന്ന് തിരിച്ചു കേട്ടാൽ നമുക്ക് ബോധ്യം വരും എന്താന്നുള്ളത്. വെരി നൈസ്. ഒരു സാങ്കല്പികമായിട്ടൊരു ഓഡിയൻസ് താങ്കൾ പെർഫോമൻസ് ചെയ്യുന്നു. ആ ഓഡിയൻസിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു 10 പേര് വേണമെങ്കിൽ, 10 പേരൊന്നുമില്ല, ആരൊക്കെ ഉണ്ടാവണം? താങ്കളുടെ ഇതുവരെ പരിപാടി കേൾക്കാത്തതും എന്നാൽ കേട്ടിട്ട് ഇനിയും കേൾക്കാൻ ആഗ്രഹമുള്ളതും ആയ ഒരു 10 പേര് നമ്മുടെ ഇടയിൽ ഇപ്പം ഇല്ല, അവർ മരിച്ചിരിക്കുന്നു. വളരെ കുഴക്കുന്ന ചോദ്യമാണ് അത്. എൻ്റെയൊക്കെ ഫോൺ എടുത്തിട്ട് ഇപ്പം കോണ്ടാക്ട് ലിസ്റ്റ് ഇങ്ങനെ തട്ടുമ്പം 3ഉം 4ഉം തട്ടിൽ ഒരാളില്ല. അങ്ങനെ 3ഓ 4ഓ തവണ ഇത് മേളിട്ട് തട്ടുമ്പോൾ തന്നെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, ഇപ്പം എൻ്റെ ഓർമ്മയിലെന്നു പറഞ്ഞ ഒരുപാടിയിൽ ഷാഫി സാർ വന്നിരുന്നു. ഷാഫി സാർ പടയെന്ന് പറഞ്ഞു സുബി നമ്മുടെ കൂട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം പോയ ആളാണ്. പിന്നെ നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയാത്തത് നമുക്ക് വ്യക്തിപരമായി പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ. പിന്നെ നമുക്ക് കാര്യമായ ആത്മബന്ധമല്ല, നമ്മൾ പരിചയമല്ലെങ്കിൽ പോലും എനിക്ക് SP സാർ മരിച്ചപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വല്ലാത്ത വേദന ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒന്നിച്ച് 2-3 ഷോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഷോയുടെ ഇടയിൽ ഞാൻ പരിപാടിക്ക് പോയിട്ട് പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് ചില ആളുകളുടെ ഒരു വിയോഗം എന്ന് പറയുന്നത് വലിയ സങ്കടം. എനിക്ക് ഇന്നസെൻ്റ് ഏട്ടൻ ഇപ്പോഴും സിനിമയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില കോമഡിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവരൊന്നും ഇല്ലല്ലോ. അത് ഇവരെന്നല്ല, ഒരു 10 വർഷം വലിയ വിഭാഗം നമുക്ക് പോയാൽ ലളിത ചേച്ചി, ഇന്നസെൻ്റ് ഏട്ടൻ, വേണിച്ചേട്ടൻ, സുകുമാരി ചേച്ചി, തിരഞ്ചേട്ടൻ, ഒടുവൂർ ഉണ്ണികൃഷ്ണൻ, ഒരു കെട്ട. അത് ചില സിനിമ കാണുമ്പോൾ ഒരു ഫ്രെയിമിലുള്ള എല്ലാവരും ഇപ്പം ഇല്ല. അത് ഈ മണിച്ചിത്രത്താഴ് റീ റിലീസ് ചെയ്തപ്പോഴാണ് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഒരുപാട് പേരില്ല. മണിച്ചിത്രത്തെ നിങ്ങൾ വെട്ടം എന്ന് പറഞ്ഞ പടം എടുത്ത മച്ചാൻ വർഗീസ്, കൊച്ചിൻ ഹനീഫ, കലാപവും, മണിച്ചേട്ടൻ, ഇങ്ങനൊരു ബാച്ച് ഉണ്ടല്ലോ, അവരുൾപ്പെടെ ഇല്ല. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ഏത് 10 പേരെന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും. നമുക്ക് വളരെ പരിചയമുള്ള ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴില്ല. അതാണ് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാൽ ചെയ്യാനെന്ന് ആഗ്രഹമുണ്ട് എന്നൊരു സംഭവം ഉണ്ടോ? ഈജിപ്തിൽ പോയിട്ട് പിരമിഡ് കാണണമെന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ, അത് പക്ഷെ എളുപ്പം, അത് നടക്കാവുന്ന കാര്യമാണ്. അതേവിടെ. അല്ലാണ്ട് എനിക്ക് മറ്റേ ബഹിരാകാശത്ത് പോകണമെന്നും നടക്കാത്ത കാര്യം ആഗ്രഹിക്കണ്ടേ. നടക്കുന്ന കാര്യം ആഗ്രഹിച്ച എളുപ്പമുണ്ട്, ദുഃഖിക്കണ്ട. ആവശ്യമില്ലാത്തൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ തന്നെ ദുഃഖിക്കുന്നത് എന്തിനാ? അതെ. ഇനിയിപ്പോ എന്താ പരിപാടി? ഇന്നിപ്പോ ഇത് ഞാനൊരു പരസ്യത്തിന്റെ ഡബിങ്ങിന് പോകും. ഡബിങ് കൊണ്ട് പണി നടക്കുന്നുണ്ട് പലത്. പിന്നെ എന്നെ പഠിപ്പിച്ചൊരു സാറ് കാണുന്നുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നുണ്ട്. പുതിയ കഥയുണ്ടോ? കഥ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ. അടുത്ത വിഷുവിന് കറണ്ടായിട്ട് മതി. വിഷുവിന് ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ, എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന വീടിൽ നിന്ന് അല്പം ദൂരമായിട്ട് ഒരു നെൽപ്പാടമുണ്ട്. അവിടെ എൻ്റെ പിള്ളേരെയും കൊണ്ട് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. പിള്ളേർക്ക് ചില കാര്യങ്ങളൊക്കെ കാണാൻ. എനിക്കിപ്പം ഒരു കോഴിയെ മേടിച്ചിട്ട് മുട്ട വിരിയിച്ചിട്ട് ഒരു പ്രോസസ്സ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഇടയ്ക്ക് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പം എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-25 കൊല്ലം മുമ്പൊക്കെ ആ നാട്ടിൽ വളരെ ബലവാനും ബലിഷ്ഠനുമായ ഒരു ജോലിക്കാരുണ്ട്. ഒരു റബ്ബർ തോട്ടം മുഴുവൻ വെട്ടി ലോറി കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ തോർത്തുകൊണ്ട് മാത്രം ഉള്ളൂ ആനപ്പുറത്ത് കൊണ്ടൊരു 6 പാക്ക് ആയിട്ട് ലോറിയിൽ പോവുക. ഒരു 10-300 താറാവുകളെ ചെറിയ വള്ളത്തിൽ നിന്ന് തുഴഞ്ഞ് കൺട്രോൾ ചെയ്ത് പോവുക. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബലവാനായ ഒരാളുണ്ടായിരുന്നു അവിടുത്തെ, ഒരുപാട് ജോലി ചെയ്യുന്നത്. പുള്ളി ഇപ്പം ഒന്ന് ക്ഷയിച്ചു, ഇപ്പം വയസ്സായല്ലോ. ഞാൻ കൃത്യ പാടത്തിന് അവിടെ നിൽക്കുമ്പോൾ പുള്ളി ഒരു MIT പോലത്തെ വണ്ടിയിൽ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വെട്ടി നിറച്ചിട്ട്, ഈ MITയിൽ എത്ര പുല്ല് കൊള്ളാവോ അതിനേക്കാളും പുല്ല് നിറച്ചിട്ട് ക്യാരിയറിൽ ഇരുന്നിട്ട് വളഞ്ഞ് പോലെ ഹാൻഡിൽ പിടിച്ചിട്ട് പോവുക. ഇവിടെ മുഴുവൻ പുല്ല് നിറച്ചേക്ക് പോയി പുള്ളി. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇറക്കം വിട്ട് വരുമ്പോൾ എന്നെ കണ്ടപ്പോൾ എന്ന് കാണിച്ച് ആ ഹായിൽ പുള്ളിയുടെ ബാലൻസ് തെറ്റിപ്പോയി. എന്നിട്ട് അവിടെ ഒരു വട്ടയിലയുടെ മരവും കുറേ വള്ളിയൊക്കെ നിറഞ്ഞേക്കുന്ന ഒരു സ്ഥലത്തോട്ട് ഈ വണ്ടിയോട് ചെന്ന് കുന്തക്കാർ കൊത്തി കയറി മറിഞ്ഞ് വീണു. പിള്ളേർ ചിരിച്ചു. ഞാൻ പിള്ളേരോട് ചിരിക്കല്ലേ എന്നിട്ട് ഓടി ചെന്ന്, രക്തമൊന്നുമില്ല, വളരെ അത്ര സ്പീഡൊക്കെ ഉള്ളൂ, പുള്ളി വീണു. പിന്നെ ഞാൻ ഓടി ചെന്ന് വണ്ടിയൊക്കെ എടുത്ത് വെച്ച് പുള്ളിനെ എടുത്തിരുത്തി പുല്ലൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് പുള്ളി വണ്ടിക്കകത്ത് കയറിയിരുന്ന ശേഷം എന്നെ ഇങ്ങനെ നോക്കി. ശരിക്കും അവിടെ നടക്കുന്ന പ്രോസസ്സ് പുള്ളി താങ്ക് യു എന്ന് പറയുകയും ഞാൻ അതൊന്നുമില്ല ഏട്ടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണല്ലോ ചെയ്യണ്ടേ. പുള്ളി വണ്ടി കയറിയിരുന്ന ശേഷം എന്നെ നോക്കിയിട്ട് പറയാം, ഇനി TV-ക്കകത്ത് കയറിയിരുന്ന് തൊലിക്കാൻ ഒരു കഥയും കൂടെ കിട്ടിയല്ലോ എന്ന്. ഇയാളിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതിൽ കഥയില്ലായിരുന്നു. ഇയാളിത് പറഞ്ഞോടുകൂടി ഇത് കഥയായിപ്പോയി. ഇത് വിഷുവിനെ ചൂട് കാണൂല്ലെന്ന് വിശ്വസിക്കാൻ പുള്ളി. ഓക്കെ, താങ്ക് യു രമേശ്. ഓക്കെ, ബൈ.